നമ്മൾ ഇന്ന് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മാന്, ഒരു മാന് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസമാണ് അല്ലേ? ഒരു ഓർഗാനിസമാണ് ഒരു മാന് എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് മാനുകൾ ചേർന്നാൽ, ഒരുപാട് ഇൻഡിവിജ്വൽസ് ഓഫ് ഡീർസുകൾ ചേർന്നാൽ, ഒരുപാട് മാനുകൾ ചേർന്നാൽ അതെന്തായി? മാനിൻ്റെ പോപ്പുലേഷനായി അല്ലേ? മാനിൻ്റെ പോപ്പുലേഷനായി. അതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലാണ് അല്ലേ? എന്നാൽ ഒരുപാട് ഇന്ത്യക്കാർ ചേർന്നാൽ അതെന്തായി? ഇന്ത്യൻ പോപ്പുലേഷനായി അല്ലേ? അപ്പോൾ അതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പോപ്പുലേഷനെ പറ്റിയുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ, എന്താണ് പോപ്പുലേഷൻ തുടങ്ങിയ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുൻ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസുകളാണ്. പോപ്പുലേഷനുകൾ തമ്മിൽ, അതായത് വിവിധ ജീവികളുടെ സമൂഹം തമ്മിൽ, കൂട്ടങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ഷൻസുകളുണ്ട്, ബന്ധമുണ്ട്, റിലേഷൻഷിപ്പുണ്ട്. ഉദാഹരണത്തിന് നമ്മളും ഒരു കോഴിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എന്താണ് ബന്ധം? ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള കോഴിയെ പറ്റിയല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. നമ്മളും കോഴിയും തമ്മിലുള്ള ബന്ധം എന്താണ്? കോഴിനെ നമ്മൾ പിടിച്ച് തിന്നും, കറിയാക്കി തിന്നും, മന്തിയാക്കും, ബിരിയാണിയാക്കും. അപ്പോൾ എന്താണ്? കോഴി നമ്മളുടെ ആഹാരമാണ് അല്ലേ? അപ്പം നമ്മൾ പ്രിഡേറ്ററാണ്, അതായത് ഇര പിടിക്കുന്ന ആളും. ഇവിടെ കോഴി എന്താണ്? ഇരയുമാണ്, അതായത് പ്രേയുമാണ്. അപ്പോൾ പ്രേ പ്രിഡേറ്റർ റിലേഷൻഷിപ്പാണ് ഹ്യൂമൻ പോപ്പുലേഷനും കോഴിയുടെ പോപ്പുലേഷനും തമ്മിലുള്ളത്. ആ ഒരു ബന്ധത്തിനെയാണ് പ്രിഡേഷൻ എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് റിലേഷൻഷിപ്പുകളുണ്ട്. അപ്പോൾ വിവിധ സ്പീഷീസുകളുടെ പോപ്പുലേഷൻ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ, അതിനെയാണ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂച്വലിസം. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. മ്യൂച്വലിസം എന്താണ്? കോമ്പറ്റീഷൻ, പ്രിഡേഷൻ, പാരസൈറ്റിസം, കമൻസലിസം, അമൻസലിസം, ഇതൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസുകൾ. ഇതെന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ, പരസ്പര ബന്ധത്തിൽ രണ്ട് തരത്തിലുണ്ടാകാം. ഒന്നെങ്കിൽ രണ്ടു പേർക്കും ഉപകാരം കിട്ടാം, അല്ലെങ്കിൽ രണ്ടു പേർക്കും ഉപദ്രവമാകാം, അല്ലെങ്കിൽ ഒരാൾക്ക് ഗുണം മറ്റേ ആൾക്ക് ഒരു തേങ്ങയുമില്ല, ഉപകാരവുമില്ല, ഉപദ്രവവുമില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് ദോഷം, മറ്റേ ആൾക്ക് ഇതേപോലെ തന്നെ ന്യൂട്രൽ എഫക്റ്റ്, ഒരു തേങ്ങയുമില്ല, ഉപകാരവുമില്ല, ഉപദ്രവമില്ല, വെറുതെ ശല്യപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. പിന്നെ മറ്റൊരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉപദ്രവം, മറ്റേ ആൾക്ക് ഉപകാരം. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ മലയാളത്തിൽ, ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം എന്ന് പറയുന്ന പോലെ. അപ്പോൾ വിവിധ തരത്തിലുള്ള റിലേഷൻഷിപ്പുകളുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ മ്യൂച്വലിസം, കോമ്പറ്റീഷൻ അത്തരത്തിലുള്ളതാണ്. അല്ലാതെ നിങ്ങൾ കേട്ട സിറ്റുവേഷൻഷിപ്പ്, റിലേഷൻഷിപ്പ് അതല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മ്യൂച്വലിസം എന്താണെന്ന് വെച്ചാൽ, രണ്ട് പേർക്കും ഉപകാരമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് മ്യൂച്വലിസം. എക്സാമ്പിളുകൾ നമ്മൾ പിന്നെ ഇതെല്ലാം ഡീറ്റെയിൽ ആയി പഠിക്കുമ്പോൾ നമ്മൾ പതിയെ മനസ്സിലാക്കും. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു ടേബിൾ മനസ്സിലാക്കി പോകുന്നു എന്ന് മാത്രം. ഈ ടേബിൾ ആവർത്തിച്ച് വരാറുള്ളതാണ്. ഈ ടേബിൾ പഠിക്കണം, പഠിക്കാതെ പോകരുത്. ആവർത്തിക്കാറുള്ളതാണ്, എല്ലാ തവണയും ആവർത്തിക്കാറുള്ളതാണ് കേട്ടോ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ മിക്കവാറും ഒരു 99% ഇതിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇത് പഠിക്കാതെ എക്സാം ഹാളിൻ്റെ ഏരിയയിൽ പോലും പോകരുത് കേട്ടോ. അപ്പോൾ ആദ്യം മ്യൂച്വലിസത്തിൽ രണ്ട് പേർക്കും ഉപകാരം, മനസ്സിലായി? മ്യൂച്വൽ ബെനിഫിറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫ്രണ്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ രണ്ട് പേർക്കും ഉപകാരമുള്ള റിലേഷനെയാണ് മ്യൂച്വലിസം. അപ്പോൾ രണ്ട് സ്പീഷീസിനും ഉപകാരമുള്ള റിലേഷനെയാണ് മ്യൂച്വലിസം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അടുത്തതാണ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പേർക്കും ഹാംഫുൾ എഫക്റ്റ് ഉള്ളതാണ് എന്ത്? കോമ്പറ്റീഷൻ. രണ്ട് പേർക്കും നെഗറ്റീവായിട്ടുള്ള റിലേഷൻ, അതാണ് കോമ്പറ്റീഷൻ. ഇനി പ്രിഡേഷൻ. എന്താണ് പ്രിഡേഷൻ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴിനെ പിടിച്ച് തിന്നാൽ നമുക്ക് ഒരു നേരത്തെ ആഹാരമായി കോഴിക്കറി കിട്ടി, നമ്മൾ ഹാപ്പിയായി, സന്തോഷം. പക്ഷേ കോഴിയുടെ ജീവൻ പോയി, കോഴിക്കത് നഷ്ടമാണ്, കോഴിയുടെ ജീവനാണ് പോയത്. അപ്പോൾ പ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ലാഭം, മറ്റേ ആൾക്ക് നഷ്ടം. മറ്റൊന്നാണ് പാരസൈറ്റിസം. ഒരാൾക്ക് ലാഭം, മറ്റേ ആൾക്ക് നഷ്ടം. എൻ്റെ തലയിലിരിക്കുന്ന പേന് എന്നെ കടിക്കുന്നു, പേനിന് രക്തം കിട്ടുന്നു, പേനിന് സന്തോഷം, ചിരി. പക്ഷേ എനിക്ക് കരച്ചിൽ, എനിക്ക് സങ്കടം. കാരണം എൻ്റെ തലയിൽ നിന്നല്ലേ ചോര പോയത്. 4 ആളുടെ മുമ്പിൽ ഞാൻ തല ചൊറിഞ്ഞു, ആളുകൾ ഞാൻ കുളിക്കാത്തവനാണെന്ന് പറഞ്ഞു, എനിക്ക് മാനക്കേടായി, ഞാൻ ഡിപ്രഷനായി, എനിക്ക് എന്താണ് നഷ്ടം? അതാണെന്ത്? പാരസൈറ്റിസം. ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രിഡേഷനും പാരസൈറ്റിസത്തിനും ഒരാൾക്ക് ലാഭവും മറ്റേ ആൾക്ക് നഷ്ടവുമാണ്.
അത് ശ്രദ്ധിച്ചോ നിങ്ങൾ, അത് ശ്രദ്ധിച്ചോ നിങ്ങൾ. ഇനി മറ്റൊരു കാര്യം നോക്കൂ. ഇവിടെ പ്രിഡേഷനിൽ ലാഭമുള്ള ജീവിക്ക്, അതായത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ജീവിക്ക്, പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്ക് അയാളെ വിളിക്കുന്ന പേരാണ് പ്രിഡേറ്റർ. മാനിനെ കടുവ പിടിച്ചു തിന്നുന്നു. ഇവിടെ കടുവയ്ക്ക് ഒരു നേരത്തെ ആഹാരം, കടുവയാണ് ഇവിടുത്തെ പ്രിഡേറ്റർ. മാനിന് നഷ്ടം, മാനിൻ്റെ ജീവൻ പോയി. അപ്പോൾ മാൻ ഇവിടെ എന്താണ്? പ്രേ ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് എഫക്റ്റ് ഉള്ള ആളെയാണ് നമ്മൾ പ്രേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രിഡേറ്റർ പ്രേ റിലേഷനാണ് എന്ത്? പ്രിഡേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി പാരസൈറ്റിസം, എന്നെ പേൻ കടിക്കുന്നു, തലയിലിരിക്കുന്ന പേൻ എന്നെ കടിക്കുന്നു, പേനിന് ലാഭം, പേനിന് രക്തം കിട്ടുന്നു. പേൻ ഇവിടെ ആരാണ്? പാരസൈറ്റ്. പേനിനെ വിളിക്കുന്ന പേരാണ് പാരസൈറ്റ്. കടി കൊണ്ടവൻ ഞാൻ, മാനം പോയത് എൻ്റെത്, എന്നെ വിളിക്കുന്ന പേരാണ് ഹോസ്റ്റ്. എനിക്കാണ് നഷ്ടം. ഇവിടെ നഷ്ടമുള്ള നെഗറ്റീവ് എഫക്റ്റ് ഉള്ള ആളാണ് ആര്? ഹോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിനെ പ്രത്യേകത നിങ്ങൾ കണ്ടോ? ഒരാൾക്ക് നഷ്ടം, ഒരാൾക്ക് നഷ്ടം, മറ്റൊരാൾക്ക് ലാഭം. ഒരാൾക്ക് പോസിറ്റീവ്, മറ്റൊരാൾക്ക് നെഗറ്റീവ്. അടുത്തതാണ് കമൻസലിസം. എന്താണ് കമൻസലിസം? ഒരാൾക്ക് ലാഭം, മറ്റേയാൾക്ക് ഒരു തേങ്ങയുമില്ല, ലാഭവുമില്ല, നഷ്ടവുമില്ല. ന്യൂട്രൽ എഫക്റ്റ്. എന്താണ് ന്യൂട്രൽ എഫക്റ്റ് എന്ന് എഴുതിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ 0 എന്ന് എഴുതിയാലും മതി. ഇനി അടുത്തത് അമൻസലിസം. ഒരാൾക്ക് എന്താണ്? ഒരാൾക്ക് നഷ്ടം, ഒരാൾക്ക് ഹാംഫുൾ എഫക്റ്റ് ആണ്, മറ്റേ ആൾക്ക് ഒരു തേങ്ങയുമില്ല, ലാഭവുമില്ല, നഷ്ടവുമില്ല. അതാണ് എന്ത്? അമൻസലിസം എന്ന് പറയുന്നത്. ഓക്കെ, ചില ആളുകളുണ്ടാവും, അവർ നമ്മളുടെ കൂടെ കൂടിയിട്ട് അവരെ കൊണ്ട് നമുക്ക് ഭയങ്കര ശല്യമാണ്, നമ്മളെ കൊണ്ട് അവർക്ക് ലാഭമോ നഷ്ടമോ ഒന്നുമില്ല, പക്ഷെ അവർ നമ്മളുടെ കൂടെ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അതാണ് അമൻസലിസം അല്ലേ? അപ്പോൾ എന്താണ് മ്യൂച്വലിസം എന്നാണ് നമ്മൾ പറഞ്ഞത്? ബോത്ത് സ്പീഷീസ് ആർ ബെനിഫിറ്റഡ്. അത്തരത്തിലുള്ള ഇൻ്ററാക്ഷനെയാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. രണ്ട് സ്പീഷീസിനും എന്താണ്? പോസിറ്റീവാണ്. അടുത്തത് കോമ്പറ്റീഷൻ. ബോത്ത് ആർ ഹാംഡ്. ഓക്കെ, രണ്ടു പേർക്കും ഹാംഫുൾ. ഓക്കെ, ഒരുത്തൻ ഇപ്പോൾ എന്താ പറയുക, ഒരു സുന്ദരിയായ ഒരു കുട്ടിയുടെ പുറകെ 2 പേര് പോകുന്നു, 2 പയ്യന്മാർ, അവർ തമ്മിൽ പരസ്പരം അടിയോടടി, ഇടിയോടിടി. ഓക്കെ, അവസാനം ഇവർക്ക് 2 പേർക്കും കിട്ടിയതുമില്ല. വേറെ ഒരാളുടെ കൂടെ അയാൾ പെൺകുട്ടി പോവുകയും ചെയ്തു. 2 പേർക്കും നഷ്ടം, 2 പേർക്കും രക്തം ചിന്തി, മാനം പോയി, 2 പേർക്കും നഷ്ടം. 2 പേരും ഒരു പെണ്ണിന് വേണ്ടി കോമ്പീറ്റ് ചെയ്തു അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇണക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്തു. കോമ്പറ്റീഷൻ എന്തിനു വേണ്ടിയിട്ടാവാം? ഇണക്ക് വേണ്ടി കോമ്പറ്റീഷൻ നടത്താം, ഫുഡിന് വേണ്ടിയാകാം, അതായത് റിസോഴ്സിന് വേണ്ടിയാകാം, പല രീതിയിൽ കോമ്പറ്റീഷൻ നടക്കാം. ഇപ്പോൾ 2 പേർക്ക് നഷ്ടമല്ലേ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലാൻഡ് എന്ന് പറയുന്ന റിസോഴ്സിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നു, ബോംബിടുന്നു. 2 ഭാഗത്തുനിന്നും പട്ടാളക്കാർ നഷ്ടം, 2 പേർക്കും നഷ്ടം. അപ്പോൾ കോമ്പറ്റീഷൻ 2 പേർക്കും നഷ്ടം. അപ്പോൾ ഞാനിത് ഈ പറയുന്ന യുദ്ധത്തിൻ്റെ കേസ് ചുമ്മാ എടുത്തിട്ടു എന്നുള്ളൂ. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് 2 ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെ ഇടയിലാണ് കേട്ടോ, 2 ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെ ഇടയിലാണ്. അത് നമ്മൾ എങ്ങനെയാണ് എക്സാമ്പിൾ എന്നുള്ളത് നമ്മൾ പതിയെ പഠിക്കും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും കൂടി മനസ്സിലാക്കിയാൽ നമുക്കിത് ഫുൾ സെറ്റാകും. അടുത്തത് പ്രിഡേഷൻ. ഓക്കെ, നമ്മൾ ഇതിൻ്റെ എൻഡിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇനി പ്രിഡേഷൻ നമ്മൾ പറഞ്ഞു, പ്രിഡേറ്റർക്ക് ലാഭം, പ്രേ ഹാംഡ്, പ്രിഡേറ്റർ ഈസ് ബെനിഫിറ്റഡ്. പാരസൈറ്റിസം, പാരസൈറ്റ് ബെനിഫിറ്റഡ്, ഹോസ്റ്റ് ഹാംഡ്. ഒരാൾക്ക് ലാഭം, മറ്റേ നഷ്ടം. അങ്ങനത്തെ റിലേഷനാണ് ഇത് പ്രിഡേഷനും പാരസൈറ്റിസവും. അടുത്തതാണ് കമൻസലിസം. എന്താ കമൻസലിസം? ഒരാൾക്ക് ബെനിഫിറ്റ്, മറ്റേ ആൾക്ക് ഒരു തേങ്ങയുമില്ല, അൺഅഫക്റ്റഡ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് എഴുതിയാലും മതി കേട്ടോ. വൺ സ്പീഷീസ് ഈസ് ബെനിഫിറ്റഡ്, അതർ സ്പീഷീസ് ഈസ് അൺഅഫക്റ്റഡ് അല്ലെങ്കിൽ ന്യൂട്രൽ എഫക്റ്റ് എന്ന് എഴുതിയാലും മതി. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് എഴുതുക. ഓക്കെ, അടുത്ത അമൻസലിസം. വൺ ഈസ് ഹാംഡ്, അതർ ഈസ് അൺഅഫക്റ്റഡ്. ഒരാൾക്ക് നഷ്ടം, മറ്റേ ആൾക്ക് ന്യൂട്രൽ എഫക്റ്റ്. അപ്പോൾ ഇത് ക്ലിയർ ആണോ? ഇത് ആവർത്തിച്ച് വരാറുള്ളതാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇത് കണ്ടോ, മുമ്പ് ഇത് ആവർത്തിച്ച് വന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത് കണ്ടോ, ഒരാൾക്ക് ലാഭം, മറ്റേ ആൾക്ക് നഷ്ടം. ആ ഇൻട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് പാരസൈറ്റിസം. 2 പേർക്കും നെഗറ്റീവായിട്ടുള്ള, 2 പേർക്കും നഷ്ടമായിട്ടുള്ള റിലേഷൻ ഏതാ? നിങ്ങൾക്ക് കിട്ടി മനസ്സിൽ വരുന്നുണ്ട്. അത് തന്നെ കോമ്പറ്റീഷൻ. ഏതാണ് കോമ്പറ്റീഷൻ? 2 പേർക്കും പോസിറ്റീവായിട്ടുള്ള ഏതാണ്? മ്യൂച്വലിസം അല്ലേ? മ്യൂച്വൽ 2 പേരും മ്യൂച്വൽ ഫ്രണ്ട് അല്ലേ? മ്യൂച്വലിസം. അടുത്തത് ഒരാൾക്ക് പോസിറ്റീവ്, ഒരാൾക്ക് നെഗറ്റീവ്. കമൻസലിസം. നിങ്ങൾ കമൻ്റ് ഇടുന്നു, ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ വീഡിയോക്ക് താഴെ കമൻ്റ് ഇടുന്നു. കമൻ്റ് കിട്ടുന്ന ഇൻഫ്ലുവൻസർക്ക് ലാഭം, അയാൾക്ക് കുറേ കമൻറ്റുകൾ കിട്ടുന്നു, അയാൾക്ക് കുറേ റീച്ച് കിട്ടുന്നു. നിങ്ങൾക്ക് എന്ത് ലാഭം, എന്ത് നഷ്ടം?
അതാണ് ഒരാൾക്ക് ലാഭം, മറ്റേ ആൾക്ക് ന്യൂട്രൽ എഫക്റ്റ്. അതാണ് കമൻസലിസം. ആ കമൻ്റ് ഇരുന്ന് ആലോചിച്ചാൽ മതി കേട്ടോ, കമൻസലിസം. ഇനി അമൻസലിസം ആണല്ലോ ഇത്, ഒരാൾക്ക് നെഗറ്റീവ് ഒരാൾക്ക് ന്യൂട്രൽ എഫക്റ്റ്, അമൻസലിസം കണ്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് കണ്ടോ. ഇതാ വീണ്ടും കാണാം നിങ്ങൾക്ക്. ഇതെന്താണ്, ഒരാൾക്ക് ലാഭം മറ്റേ ആൾക്ക് ന്യൂട്രൽ എഫക്റ്റ്. ഏതാ റിലേഷൻ പറയൂ ഏതാ റിലേഷൻ ഏതാണ്? ഒരാൾക്ക് പോസിറ്റീവ് ഒരാൾക്ക് ന്യൂട്രൽ, കമൻസലിസം. ഒരാൾക്ക് നെഗറ്റീവ് മറ്റേ ആൾക്ക് ന്യൂട്രൽ, ഏതാണ്? അമൻസലിസം അല്ലേ, അമൻസലിസം. അതുപോലെ രണ്ടുപേർക്കും പോസിറ്റീവായിട്ടുള്ള ഇൻ്ററാക്ഷൻ നിങ്ങളുടെ മനസ്സിൽ വരുന്നു, അത് തന്നെ ഏതാണ്? മ്യൂച്വലിസം. ഇനി രണ്ടുപേർക്കും നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ആ റിലേഷനെ വിളിക്കുന്ന പേര് എന്താ മക്കളെ? ആ റിലേഷനെ വിളിക്കുന്ന പേര് കോമ്പറ്റീഷൻ. തമ്മിൽ തല്ലിയ നാണം കെടും, രണ്ടുപേർക്ക് നഷ്ടം, അത് തന്നെ കോമ്പറ്റീഷൻ കേട്ടോ, കോമ്പറ്റീഷൻ കേട്ടോ. ഇതാ വീണ്ടും ക്വസ്റ്റ്യൻസ് കാണാം നിങ്ങൾക്ക്. മ്യൂച്വലിസം എന്നിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള സൈൻ ഏതായിരിക്കും? ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക, മ്യൂച്വലിസം. കിട്ടി. പാരസൈറ്റിസം, ഒരാൾക്ക് ലാഭം മറ്റേ ആൾക്ക് ഹാംഫുൾ എഫക്റ്റ്, മൈനസ് ഇട്ട് കൊടുക്കുക. ഇനി ഒരാൾക്ക് പോസിറ്റീവ് ഒരാൾക്ക് ന്യൂട്രൽ, ഏതാ പറയാം മക്കളെ? കമൻസലിസം. ഏതാണ്? കമൻസലിസം. ഇനി കോമ്പറ്റീഷൻ നോക്കൂ. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് കോമ്പറ്റീഷൻ? രണ്ടുപേർക്കും നെഗറ്റീവ്, രണ്ടുപേർക്ക് നഷ്ടം, തമ്മിലടി, അതാണ് കോമ്പറ്റീഷൻ. ഇനി എന്താ പ്രിഡേഷൻ? ഒരാൾക്ക് പോസിറ്റീവ് ഒരാൾക്ക് നെഗറ്റീവ്. അതെ, ഒരാൾക്ക് പോസിറ്റീവ് ഒരാൾക്ക് നെഗറ്റീവ്, അതല്ലേ പ്രിഡേഷൻ. ഇനി അടുത്തത് ഇവിടെ 0 എന്ന് തന്നിട്ടുണ്ട്, നെഗറ്റീവ് തന്നിട്ടുണ്ട് അല്ലേ, -0. ഏതാ -0? അമൻസലിസം. ഏതാണ്? അമൻസലിസം. ഓക്കെ, അമൻസലിസം. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതാ വീണ്ടും നിങ്ങൾക്ക് കാണാം. പോസിറ്റീവ് ന്യൂട്രൽ എഫക്റ്റ് ഏതാ? റിലേഷൻ പറയൂ. ഏതാ റിലേഷൻ? പോസിറ്റീവ് ന്യൂട്രൽ. ഏതാണ്? കമൻസലിസം. കമൻ്റ് അടിച്ചാൽ കമൻ്റ് കിട്ടിയ ഇൻഫ്ലുവൻസർക്ക് ലാഭം, നിങ്ങൾക്ക് ന്യൂട്രൽ എഫക്റ്റ്. നിങ്ങൾക്ക് ഒരു തേങ്ങയും കിട്ടുന്നില്ല, നിങ്ങൾക്ക് അതിൽ നിന്നൊരു ലാഭവും ഇല്ല. ഇനി അടുത്തത് അമൻസലിസം. നെഗറ്റീവ് എഫക്റ്റ്. ഒരാൾക്ക് നെഗറ്റീവ് ഒരാൾക്ക് ന്യൂട്രൽ എഫക്റ്റ്. അതാണത് അമൻസലിസം. ഏതെങ്കിലും വകയിലൊരു അമ്മായി വരുന്ന ആലോചിച്ചാൽ മതി. ആ അമ്മായിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്, നിങ്ങളുടെ വീട്ടിൽ തിന്ന് തീർത്ത് മുടിപ്പിക്കുക എന്നല്ലാതെ വേറെ ഒരു ഉപകാരവും ഇല്ല അതിനുകൊണ്ട്. എന്നാൽ ആ അമ്മായിക്ക് നിങ്ങളെ കുറ്റം പറയുന്നതുകൊണ്ട് യാതൊരു ലാഭമോ നഷ്ടമോ ഇല്ല, അങ്ങനെ ആലോചിച്ചാൽ മതി. അതൊരു വകയിലെ ഒരു അമ്മായി കേട്ടോ, അമൻസലിസം. ഓക്കെ, ഇനി അടുത്തത് പോസിറ്റീവും നെഗറ്റീവും. ഏതാ പോസിറ്റീവും നെഗറ്റീവും? ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്രിഡേഷൻ എഴുതാം, അല്ലെങ്കിൽ പാരസൈറ്റിസം എഴുതാം. രണ്ടായാലും ശരിയാണ് കേട്ടോ. പ്രിഡേഷൻ എഴുതാം, പാരസൈറ്റിസം എഴുതാം, രണ്ടായാലും ശരി തന്നെയാണ്. ഇനി അടുത്തത് രണ്ടുപേർക്കും നെഗറ്റീവായിട്ടുള്ള റിലേഷൻ, തമ്മിലടി, മാനം പോക്ക്, രണ്ടുപേർക്കും നാണക്കേട്, കോമ്പറ്റീഷൻ. ഏതാ? കോമ്പറ്റീഷൻ. കിട്ടിയല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊരു ചോദ്യം വന്നാലും ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ നോക്കൂ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പോസിറ്റീവ് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, അവിടെ ആ 1 എന്തായിരിക്കും? അത് കമൻസലിസം ആണെന്ന് തന്നിട്ടുണ്ട്. ഒരാൾക്ക് പോസിറ്റീവ്, അപ്പോൾ മറ്റേ ആൾക്ക് എന്താ? ന്യൂട്രൽ എഫക്റ്റ്, 0 ഇട്ട് കൊടുക്കണം. ഇനി ഇവിടെ രണ്ടുപേർക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരേ ഒരു റിലേഷൻ മ്യൂച്വലിസം. ഏതാ? മ്യൂച്വലിസം. ഓക്കെ, മ്യൂച്വലിസം. ഇനി മ്യൂച്വലിസം എന്താണ്? ഡിഫൈൻ ചെയ്യുക. എന്താണ്? ബോത്ത് സ്പീഷീസ് ആർ ബെനിഫിറ്റഡ്. ഓക്കെ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻ്ററാക്ഷൻ വേർ ബോത്ത് സ്പീഷീസ് ആർ ബെനിഫിറ്റഡ് എന്ന് എഴുതുക. ഓക്കെ, എക്സാമ്പിൾ ഓഫ് കമൻസലിസം, അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ സെറ്റാണോ മക്കളെ? ഇനി ഈ ചോദ്യം ചോദിച്ചാൽ ഇത് നിങ്ങൾ ആൻസർ ചെയ്യാതെ ഇരിക്കുമോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻസിൽ നെക്സ്റ്റ് ഇതിൻ്റെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പോകാം കേട്ടോ. ഇതിൻ്റെ എക്സാമ്പിളുകളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പ്രിഡേഷനിൽ നിന്നങ്ങ് തുടങ്ങാം. പ്രിഡേഷൻ ആക്ട് ആസ് ആൻ പ്രിഡേഷൻ. ഓക്കെ, പ്രിഡേഷൻ്റെ പ്രത്യേകത. പ്രിഡേഷനിൽ നമ്മൾ പറഞ്ഞു, പ്രിഡേഷനും പ്രിഡേറ്ററും തമ്മിലുള്ള ബന്ധമാണ് എന്ത്? പ്രിഡേഷൻ എന്ന് പറയുന്നത്. എന്താ? പ്രിഡേറ്ററും പ്രേയും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രിഡേഷൻ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രസക്തി? നമ്മളോട് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്രിഡേറ്ററിൻ്റെ റോൾ എന്താണെന്ന് ചോദ്യം വരാറുണ്ട് കേട്ടോ.
അത് ആവർത്തിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. പ്രിഡേറ്ററിൻ്റെ റോൾ എന്താണ് എന്നുള്ളത് മുമ്പ് സ്റ്റേക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രിഡേറ്ററിൻ്റെ റോൾ? ഒരു കാട്ടിലെ കടുവയുടെ റോൾ എന്താണ്? കടുവയാണല്ലോ പ്രിഡേറ്റർ. എന്താ അതിന് ഇത്ര വലിയ പ്രസക്തി? എന്തിനാണ് ഗവൺമെൻറ് വെറുതെ ഇങ്ങനെ ടൈഗർ റിസർവുകളൊക്കെ ഉണ്ടാക്കി അത് കൺസർവ് ചെയ്ത് കൊണ്ടുപോകുന്നത്? എന്താ ടൈഗർ സാറിൻ്റെ ഇത്ര വലിയ പ്രസക്തി? ആരാവൻ? എന്താ അവൻ ഇത്ര വലിയ പ്രസക്തി? അപ്പോൾ നമുക്ക് നോക്കാം. ടൈഗറിൻ്റെ പ്രത്യേകത എന്താ നോക്കിയാൽ, സപ്പോസ് ഒരു കാട്, ഒരു കൊടുമ്പനം, അവിടെ കുറേ മാനുകൾ, ഓക്കെ ഇത് മാനാണേ കേട്ടോ, അവിടെ കുറേ മാനുകളുണ്ട്. ഈ മാൻ എന്താ തിന്നുക? അവിടെയുള്ള പ്ലാന്റ്സും ഗ്രാസൊക്കെ തിന്നും അല്ലേ? അപ്പോൾ ഇവന്മാരെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ ഒരാളില്ല എന്നുണ്ടെങ്കിൽ സാധാരണ എന്താ സംഭവിക്കുന്നത്? ഈ കാട്ടിൽ ഇവന്മാരെ പിടിച്ച് ആര് തിന്നും? കടുവ തിന്നും അല്ലേ? കടുവ തിന്ന് അവരുടെ പോപ്പുലേഷൻ കൂടാതെ, അവരുടെ എണ്ണം കൂടാതെ ആര് നോക്കും? ടൈഗർ സാർ നോക്കും അല്ലേ? അയാൾ നോക്കും, അതാണ് അയാളുടെ പണി. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് കടുവ സാറിന് എല്ലാവരെയും നിങ്ങൾ എന്തെങ്കിലും മന്തി മേടിച്ചിരാ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും വശീകരിച്ച് അവിടുന്ന് കൊണ്ടുപോയി. അവിടെ ഇപ്പോൾ ആ കാട്ടിൽ കടുവകളില്ല, മീൻസ് ടോപ്പ് ലെവൽ പ്രിഡേറ്റേഴ്സുകൾ ഒന്നുമില്ല. മാനിനെ പിടിച്ച് തിന്നാൻ ആരുമില്ല. അപ്പം മാൻ എന്ത് ചെയ്യും? തിന്നുക പെരുക മാൻ അങ്ങ് പെരുകും. മാനിൻ്റെ പോപ്പുലേഷൻ അങ്ങ് കൂടും. മാൻ എന്താ തിന്നുന്നത്? അവിടുത്തെ പ്ലാന്റ്സ് അല്ലേ? അപ്പോൾ അവിടുത്തെ പ്ലാന്റ്സും ഗ്രാസ് എല്ലാം തിന്ന് നശിപ്പിച്ചാൽ പിന്നെ ആ കാടുണ്ടോ? കാട് പോയില്ലേ? അപ്പോൾ കാടിനെ നിലനിർത്തുന്നവനായിരുന്നില്ലേ അവിടെ ഉണ്ടായിരുന്ന കടുവ സാർ, പ്രിഡേറ്റർ. അപ്പോൾ പ്രിഡേറ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇറ്റ് കൺട്രോൾ പ്രേ പോപ്പുലേഷൻ. ഇനി ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ പറയണം ഇറ്റ് കൺട്രോൾ പ്രേ പോപ്പുലേഷൻ. പ്രേയുടെ പോപ്പുലേഷൻ അത് നിലനിർത്തുന്നു, കൺട്രോൾ ചെയ്യുന്നു. അടുത്തതാണ് ഇറ്റ് മെയിൻറ്റെയിൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഒരു കാട്, ഞാൻ നേരത്തെ പറഞ്ഞു, കടുവയെ പിടിച്ച് മാറ്റിയാൽ കാട് തീരുമാനമാവും. ഒരു കാടിൽ മാന് മാത്രമൊന്നുമല്ല, മാനുണ്ട്, മുയലുണ്ട്, ആടുണ്ട്, അങ്ങനെ പല ജീവികളുണ്ട് അല്ലേ? അപ്പോൾ വെറൈറ്റീസ് ഓഫ് സ്പീഷീസ്, അതിനെയല്ലേ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. കുറേ വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് അല്ലേ? പലതരത്തിലുള്ള ജീവികൾ. അപ്പോൾ ഒരു കാടിനെ നിലനിർത്തുമ്പോൾ, ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല, അതിനുള്ള സമയം ഇല്ല, നമുക്കതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കാട് പോകും അല്ലേ? കടുവയെ മാറ്റിയാൽ കാട് പോകും. കാട് പോയാൽ അവിടെയുള്ള വെറൈറ്റീസ് ഓഫ് ജീവികളും പോകും. എന്ന് വെച്ചാൽ നേരെ തിരിച്ച് ചിന്തിക്കോ മോനെ ഫൈസി, നേരെ തിരിച്ച് ചിന്തിക്കോ. എന്ന് വെച്ചാൽ കടുവയുണ്ടെങ്കിൽ കാടുണ്ട്, കാട്ടിലെ ജീവികളുമുണ്ട്. ദാറ്റ് മീൻസ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, നിലനിർത്തുന്നു, അവിടെയുള്ള ജൈവ വൈവിധ്യം നിലനിർത്തുന്നു. അതും ആരുടെ പണിയാണ്? പ്രിഡേറ്ററിൻ്റെ പണിയാണ്. അടുത്തതാണ് ആക്ട് ആസ് ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്. ഇറ്റ് ആക്ട് ആസ് എ ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്. നിങ്ങളുടെ പാടത്തുള്ള കൃഷിയിടങ്ങളിൽ അവിടെ കീടങ്ങൾ വരുന്നു, പെസ്റ്റുകൾ വരുന്നു, അതിനെ കൊല്ലാൻ നിങ്ങൾ പെസ്റ്റിസൈഡ് അടിക്കുന്നു. അത് നമ്മളുടെ ശരീരത്തിന് വളരെ ഹാനികരമാണ് എന്നുള്ളത് നമുക്കറിയാം. അത് നമ്മൾക്ക് തന്നെ കേടാണ് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? പകരം നമ്മൾ അവിടെ തവളയെ ഇറക്കും. ഫ്രോഗ് എന്ത് ചെയ്തോളും? ഫ്രോഗ് അവിടെയുള്ള കീടങ്ങളെ, ഇൻസെക്റ്റുകളൊക്കെ പിടിച്ച് തിന്നോളും. അപ്പോൾ പിന്നെ നമുക്ക് പെസ്റ്റിസൈഡ് അടിക്കണ്ട, ഇൻസെക്ടിസൈഡ് അടിക്കണ്ട. ആ റോള്, ആ പണി ആരെങ്കിലും എടുത്തോളും? തവള സാർ എടുത്തോളും. ഫ്രോഗിൻ്റെ പണിയാണ്. അപ്പോൾ ഫ്രോഗ് ഇവിടെ എന്താ ചെയ്യുന്നത്? അവിടെ കൺട്രോൾ ചെയ്യുകയാണ് പെസ്റ്റിനെ അല്ലേ? പെസ്റ്റിനെ, കീടങ്ങളെ കൺട്രോൾ ചെയ്യുന്നു. അതാണ് ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്. ഇവിടെ തവള എന്താണ്? പ്രിഡേറ്റർ ആണ്. ഇവിടെയുള്ള ഇൻസെക്റ്റുകൾ, കീടങ്ങൾ അല്ലെങ്കിൽ പെസ്റ്റുകൾ എന്താണ്? പ്രേ ആണ്. അവിടെയുള്ള റിലേഷൻ പ്രിഡേഷൻ ആണ്. അപ്പോൾ പഠിക്കുക, ചോദിക്കും, പഠിക്കുക. വാട്ട് ആർ ദ റോൾസ് അല്ലെങ്കിൽ റോൾസ് ഓഫ് പ്രിഡേറ്റർ ആണ്. ഒന്ന് കൺട്രോൾ പ്രേ പോപ്പുലേഷൻ, അടുത്തത് മെയിൻറ്റെയിൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, അടുത്തത് ഇറ്റ് ആക്ട് ആസ് എ ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്. പഠിക്കുക. അപ്പോൾ ഈ പ്രിഡേറ്റർ പിടിക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഈ ഇരയായിട്ടുള്ള, അതായത് ഈ പ്രേ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വെറുതെ നിന്ന് കൊടുക്കുമോ? അവൻ്റെ കയ്യിലും കുറേ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, പ്രിഡേഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുറേ ഉഡായിപ്പ് മാർഗങ്ങൾ അവരുടെ കയ്യിലും ഉണ്ടാവില്ലേ? ആ ഉഡായിപ്പ് മാർഗങ്ങളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ ഡിഫെൻസ് ഓഫ് പ്രേയുടെ ഡിഫെൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാണ് കാമോഫ്ലേജ്. ചില ജീവികളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല അത് അവിടെ ഉണ്ടെന്ന്. കാരണം എന്താ? ആ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണോ അത് തന്നെ ആയിരിക്കും അവരുടെ ബോഡിയുടെ കളർ. അവരങ്ങോട്ട് കളർ മാറും, നിറം മാറുന്ന ഓന്തിന് അറിയില്ലേ? ഓന്ത് നിറം മാറും കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ക്രിപ്റ്റിക് കളറേഷൻ അല്ലെങ്കിൽ കാമോഫ്ലാജ് എന്ന് പറയും. ഓക്കെ, ഫ്രോഗ് അല്ലെങ്കിൽ ചില ഇൻസെക്റ്റുകൾ
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പുൽച്ചാടി പുല്ലിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? അത് ക്രിപ്റ്റിക് കളറേഷനാണ്. അപ്പോൾ അതേപോലെ ചില ജീവികൾ അത് എൻവയോൺമെൻറ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ അതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് അതുപോലെ ഇരിക്കും അതിൻ്റെ കളർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ആ ജീവി ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അടുത്തത് ഫ്രോഗ് പച്ച കളറിലെ സ്ഥലത്ത് പച്ച, ചളിയിൽ നിൽക്കുമ്പോൾ ചളിയുടെ കളർ. അപ്പോൾ അത് എൻവയോൺമെൻറ്റുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ആൻസർ ചെയ്യുന്നത് എന്നുള്ള നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അല്ലാതെ നിങ്ങൾ അയ്യോ സാർ ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അത് നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇനി ടോക്സിസിറ്റി, ചില ഇൻസെക്റ്റുകൾ ടോക്സിക്കാണ്, അത് നിങ്ങൾക്കറിയില്ലേ. ചില ജീവികൾ ഭയങ്കര വിഷമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിഡേറ്റേഴ്സ് അവർ തിന്നില്ല. അതുപോലെ തന്നെ ഇയാളാണ് മൊണാർക്ക് ബട്ടർഫ്ലൈ. കാണാൻ ഭയങ്കര സുന്ദരൻ, അതിസുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി. പക്ഷേ അതിനെ ഏതെങ്കിലും ഒരു ബേർഡ് തിന്നാൽ അത്ര വൃത്തികെട്ടൊരു സാധനം വേറെ ഇല്ല. അത് ഭയങ്കര ഡിസ്റ്റേസ്റ്റ്ഫുൾ ആണ് ടു ബേർഡ്സിന് ഭയങ്കര ഡിസ്റ്റേസ്റ്റ്ഫുൾ ആണ്. ആര്? മൊണാർക്ക് ബട്ടർഫ്ലൈ. ആരാണ്? മോൻ ആർക്കെന്നല്ല, മൊണാർക്ക് ബട്ടർഫ്ലൈ. അപ്പോൾ അത് ഡിസ്റ്റേസ്റ്റ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രിഡേറ്റേഴ്സുകളായിട്ടുള്ള ബേർഡ്സ് ഒന്നും വന്ന് തിന്നില്ല കേട്ടോ. അപ്പോൾ പൂർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ അവൻ്റെ വൃത്തികേടാണ് അവനെ അവിടെ രക്ഷിക്കുന്നത്. ഇനി അപ്പോൾ ഇതാണ് നമ്മൾ അനിമൽസിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ ഇതിൻ്റെ കേസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എന്താണ് പ്ലാന്റ്സിൻ്റെ കേസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിലുള്ളതാണ് തോൺ. എന്താണ് തോൺസ് ഓഫ് അക്കേഷ്യ ആൻഡ് കാക്ടസ്. കോമൺ ആയിട്ട് കാണുന്ന ഒരു മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താ? പുറമേ കാണുന്നത്, അതാണ് മോർഫോളജി. അകമേയുള്ളത് അനാട്ടമി അല്ലേ? അപ്പോൾ പുറമേയുള്ള മോർഫോളജിക്കൽ മോഡ് ഓഫ് എന്താ പറയുക ഡിഫൻസ് ആണ് ഇത് ഈ പറയുന്ന തോൺ. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ചെടികൾക്ക് മുള്ളുകളുണ്ട്. എന്തിനാണ് അവർ മുള്ളുകൾ വെച്ചിട്ടുള്ളത്? അവരെ വേറെ ഏത് ജീവികൾ തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ, അതിനെ. അല്ലാതെ എന്തിന്? തോൺസ്. അപ്പോൾ തോൺസ് ഓഫ് അക്കേഷ്യ ആൻഡ് കാക്ടസ് ഒരു കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ്സിൽ കാണുന്ന ഒരു എന്താണ് ഡിഫൻസ് ആണ് എഗെയിൻസ്റ്റ് പ്രിഡേഷൻ. ഇനി നിങ്ങൾക്കറിയാം ഇതേപോലെ ചില ചെടികൾ വിഷമാണ്. ചില ചെടികൾ ഭയങ്കര മാരകമായിട്ടുള്ള കെമിക്കൽസുകൾ ഉണ്ടാകും. ഉദാഹരണത്തിന് എരുക്ക് പറമ്പിലൊക്കെ കാണുന്ന എരുക്ക് കാലോട്രോപ്പിസ്. ഒരു പറമ്പിൽ പശുവിനെ ആടിനെ പോയി കെട്ടിയിട്ടാൽ അത് അവിടെയുള്ള കാലോട്രോപ്പീസ് തിന്നില്ല. അപ്പോൾ അതിനോട് നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട് പ്രിയപ്പെട്ട ആടെ അല്ലെങ്കിൽ പശു നീ എന്തുകൊണ്ട് ഈ കാലോട്രോപ്പീസ് തിന്നുന്നില്ല, എരുക്ക് തിന്നുന്നില്ല? അപ്പോൾ അത് പറയും അതിൽ കാർഡിയാക്ക് ഗ്ലൈക്കോസൈഡ്സുകളുണ്ട്, അത് എനിക്ക് ഭയങ്കര കേടാണ്, അതുകൊണ്ട് ഞാൻ അത് തിന്നില്ല സാർ എന്ന് പറയും കേട്ടോ. പക്ഷേ പേടിക്കണ്ട, ഇതിനു മുമ്പ് അങ്ങനെ മീൻസ് എക്സാമിന് അങ്ങനെ ഈ ടേം ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്ലാന്റ്സ് കെമിക്കൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതും കൂടി ഓർക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമുക്കതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതാണ് ഏതിനെ പറ്റി പഠിക്കാനുള്ളത്? പ്രിഡേഷനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കോമ്പറ്റീഷനാണ്. എന്താ കോമ്പറ്റീഷനിൽ പഠിക്കാനുള്ളത്? കോമ്പറ്റീഷനിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. കോമ്പറ്റീഷനിൽ എക്സാമ്പിളുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. എക്സാമ്പിളുകളാണ് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു രണ്ട് ജീവികൾ തമ്മിൽ അടി കൂടുന്നതാണ് എന്ത്? കോമ്പറ്റീഷൻ. അടി എന്തിനാണ് കൂടുന്നത്? എന്തിനാണ് ആളുകൾ അടി കൂടുന്നത്? എന്തെങ്കിലും റിസോഴ്സിന് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? റിസോഴ്സിന് വേണ്ടിയിട്ടാണ് ജീവികൾ കോമ്പീറ്റ് ചെയ്യുന്നത്. ആ റിസോഴ്സ് എന്ന് പറയുന്നത് ഫുഡാകാം, ഷെൽട്ടർ ആകാം, അങ്ങനെ എന്തുമാകാം. ഓക്കെ, ഏതായാലും നമുക്ക് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും തെളിവ് എവിടെ സാർ എന്ന് ചോദിക്കും നിങ്ങൾ. അപ്പോൾ അതിനുള്ള തെളിവുകളാണ് പറയുന്നത്. എവിഡൻസ് ഓഫ് കോമ്പറ്റീഷൻ. ഒന്നാണ് അബിങ്ടൺ ടോട്ടോയിസ്, മറ്റൊന്നാണ് കോണൽ ഫീൽഡ് എക്സ്പെരിമെൻറ്റ്. എന്താണ് അബിങ്ടൺ ടോട്ടോയിസിന് പറ്റിയത്? ഗാലപ്പോഗസ് ഐലൻഡ്. നിങ്ങൾക്കറിയില്ലേ ഗാലപ്പോഗസ് ഐലൻഡിനെ? കേട്ടിട്ടില്ലേ? നമ്മളുടെ ഡാർവിൻ്റെ ഗാലപ്പോഗസ് ഐലൻഡ്. ഈ ഗാലപ്പോഗസ് ഐലൻഡിൽ ഉണ്ടായിരുന്ന ആമകളായിരുന്നു ഈ അബിനാണോ? അബിങ്ടൺ ടോട്ടോയിസ്. ആരാ അബിങ്ടൺ ടോട്ടോയിസ്? എന്താ അബിങ്ടൺ ടോട്ടോയിസിന് പറ്റിയത്? അവിടേക്ക് ആരെ കൊണ്ടുവന്നു? ഗോട്ടുകളെ കൊണ്ടുവന്നു. അപ്പോൾ ടോട്ടോയിസ് വേഴ്സസ് ഗോട്ട്. ടോട്ടോയ്സ് പുല്ല് തിന്നും, ഗോട്ടും പുല്ല് തിന്നും. ടോട്ടോയ്സ് മെല്ലെ നടന്ന് പുല്ല് തിന്നും, ഗോട്ട് പെട്ടെന്ന് ഓടിച്ചാടി പുല്ല് തിന്നും. അപ്പോൾ ഗോട്ടിനെ കൊണ്ടുവരുന്നു. പിറ്റേ ദിവസം പ്രഭാതത്തിൽ പുല്ല് തിന്നാനിറങ്ങിയ അബിങ്ടൺ ടോട്ടോയ്സ് പുല്ല് തിന്നാൻ വാ തുറന്നപ്പോൾ മുന്നിൽ പുല്ലില്ല. അതെല്ലാം ആര് തിന്നു? ഗോട്ട് തിന്നു. വീണ്ടും മുന്നോട്ട് പോകുന്നു, പുല്ല് തിന്നാൻ വേണ്ടി കടിക്കുന്നു, പുല്ലില്ല. എവിടെ പോയി? ഗോട്ട് തിന്നു. അങ്ങനെ ഇവന്മാർക്ക് പുല്ല് കിട്ടിയില്ല. ഇവന്മാരുടെ ഫുഡെല്ലാം പോയി അവസാനം ഇവരെന്തായി? ഒന്നുമില്ല, ഇവർ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി, വംശനാശം സംഭവിച്ചു, ഇവർ ചത്തുപോയി, ഇല്ലാതായിപ്പോയി. ഇപ്പം ഇവരില്ല. മനസ്സിലായോ? ഇതിനൊറ്റ കാരണം എന്താണ്? ഈ ഗോട്ടും അബിങ്ടൺ ടോട്ടോയ്സും തമ്മിലുള്ള കോമ്പറ്റീഷൻ. അപ്പോൾ കോമ്പറ്റീഷൻ്റെ ഒരു തെളിവല്ലേ അത്? കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എന്താണ്? കോമ്പറ്റീഷൻ കാരണം ഇയാൾക്ക് എന്തായി? ഇയാളുടെ ആ ജീവി വംശം തന്നെ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിപ്പോയി, എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. അതാണ്
ഒരു കേസ്. അപ്പോൾ ചോദിക്കും കോമ്പറ്റീഷൻ എക്സാമ്പിളായിട്ട് അപ്പം നിങ്ങൾ പറയണം അബിങ്ടൺ ടോർട്ടോയ്സും ഗോട്ടും കേട്ടോ, അബിങ്ടൺ ടോർട്ടോയ്സും ഗോട്ടും. അടുത്തതാണ് കോമ്പറ്റീറ്റീവ് റിലീസ്. ഓക്കെ, കോമ്പറ്റീറ്റീവ് റിലീസ് എന്താണെന്ന് പറഞ്ഞു തരാം. അതിന് ആദ്യം ഞാൻ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ആദ്യം എന്താണ് ബർണാക്കിൾ? ബർണാക്കിൾ എന്ന് പറഞ്ഞാൽ ചില ജീവികളിലൊക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ നിങ്ങൾ കടലിൽ കാണുന്നൊരു ജീവിയാണ് ഈ ബർണാക്കിൾ. ചിലപ്പോൾ ഈ ആമയുടെ അല്ലെങ്കിൽ ഇതേപോലെ തിമിംഗലത്തിൻ്റെ അല്ലെങ്കിൽ പാറയുടെ മുകളിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ് ഈ ബർണാക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബർണാക്കിൾസിനെ വെച്ച് ഒരു സ്റ്റഡി നടത്തുന്നുണ്ട് കേണൽ എന്ന് പറയുന്ന ആൾ. ഓക്കെ, അയാളുടെ ഫീൽഡ് എക്സ്പെരിമെൻ്റ് ആണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇൻ്റർടൈഡൽ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേലിയേറ്റം ഉണ്ടായാൽ ജലനിരപ്പ് ഇവിടെയായിരിക്കും, വേലിയിറക്കം ഉണ്ടായാൽ ഇവിടെ ആയിരിക്കും കേട്ടോ. ഞാനിത് വെറുതെ പറയുന്നുള്ളൂ, ഇതൊന്നും പഠിക്കണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് ബലാനസ് എന്ന് പറയുന്ന ബർണാക്കിൾ. അപ്പോൾ ബർണാക്കിളുകൾ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ബലാനസ് എന്ന് പറയുന്ന ബർണാക്കിൾസ് അവന്മാർ വലിയ ആളുകളാണ്, നല്ല ശക്തരാണ്, പേര് പോലെ തന്നെ ഭയങ്കര ബലവാന്മാരാണ്. ഇവന്മാരെ പേടിച്ച് ഇങ്ങനെ മാറി നിൽക്കുന്ന ആൾക്കാരാണ് ഈ കത്താമലസ്. മനസ്സിലായോ? ഈ കേണൽ എന്ത് ചെയ്തു? ഇവിടെയുള്ള ബലാനസിനെല്ലാം അവിടുന്ന് എക്സ്പെരിമെൻ്റലി റിമൂവ് ചെയ്തു, അവിടുന്ന് അവന്മാരെല്ലാം പിടിച്ചു മാറ്റി. അപ്പോൾ ഇത്രയും കാലം ഇവിടെ ബലാനസിനെ പേടിച്ച് ജീവിച്ചിരുന്ന കത്താമലസില്ലേ, അവന്മാർ ഇങ്ങോട്ടൊക്കെ വന്നു. മനസ്സിലായോ? അവന്മാർ ഇങ്ങോട്ടൊക്കെ വന്നു. ഇതിനെയാണ് കോമ്പറ്റീറ്റീവ് റിലീസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്പീഷീസ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ജിയോഗ്രഫിക്കൽ റേഞ്ച് എക്സ്പാൻഡ് ചെയ്യുന്നു. എപ്പോൾ? അതിൻ്റെ ഡോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ള സ്പീഷീസിനെ റിമൂവ് ചെയ്താൽ. ഓക്കെ, ഇത് കോമ്പറ്റീറ്റീവ് റിലീസ് എന്താണ് എന്നുള്ളൊരു ചോദ്യം അങ്ങനെ കാണാറില്ല. പക്ഷേ ഇത് നിങ്ങൾ അറിയണം, ബലാനസും കത്താമലസും എന്തിൻ്റെ എക്സാമ്പിളാണെന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ പറയണം അത് കോമ്പറ്റീഷൻ്റെ എക്സാമ്പിളാണ്. എന്താണ്? കോമ്പറ്റീഷൻ്റെ എക്സാമ്പിളാണെന്ന് പറയണം കേട്ടോ. അതുപോലെ തന്നെ അബിങ്ടൺ ടോർട്ടോയ്സും ഗോട്ടും എന്തിൻ്റെ എക്സാമ്പിളാണെന്ന് ചോദിക്കും. അപ്പോൾ പറയണം അത് കോമ്പറ്റീഷനാണ് സാർ എന്ന് പറയണം കേട്ടോ. അപ്പോൾ അടുത്തത് കോമ്പറ്റീഷനിൽ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഗോസിൻ്റെ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും മറ്റൊന്ന് റിസോഴ്സ് പാർട്ടീഷനിങ്ങും. ഇതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നതിനേക്കാളും ഇത് മിക്കവാറും ഞാൻ പറഞ്ഞല്ലോ കോമ്പറ്റീഷൻ്റെ എക്സാമ്പിൾ ആയിട്ടായിരിക്കും ചോദിക്കുക. അങ്ങനെയാണ് ചോദ്യം വരിക. ചോദ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കേട്ടോ. രണ്ട് സ്പീഷീസുകൾ തമ്മിൽ അടി കൂടുകയാണ്. അപ്പോൾ ഗോസ് പറയുന്നത് കരുത്തനായ ആൾക്ക് എന്ത് കിട്ടും? ഈ റിസോഴ്സ് കിട്ടും. എന്തിനു വേണ്ടിയിട്ടാണ് അവന്മാർ ഫൈറ്റ് ചെയ്യുന്നത്? അതിൽ കരുത്തൻ ജയിക്കും, മറ്റാൾ തോൽക്കും. മേക്കാർത്തർ പറഞ്ഞു അങ്ങനെയല്ല, രണ്ട് ജീവികൾ എന്ത് ചെയ്യുന്നു? കോമ്പറ്റീഷൻ നടത്തുന്നു, മത്സരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന്മാർ അടിച്ച് പിരിയൊന്നുമില്ല അല്ലെങ്കിൽ അടിച്ച് ചാവത്തൊന്നുമില്ല. പകരം അവരെന്ത്? റിസോഴ്സിനെ പാർട്ടീഷൻ ചെയ്യും, റിസോഴ്സിനെ ഷെയർ ചെയ്യും എന്നാണ് മാക്കാർത്തർ പറയുന്നത്. അപ്പോൾ എന്താണ് ഗോസിൻ്റെ കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ? ടു ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കോമ്പീറ്റിംഗ് ഫോർ ഐഡൻറ്റിക്കൽ റിസോഴ്സ് അല്ലെങ്കിൽ സിമിലർ റിസോഴ്സ് കനോട്ട് കോ എക്സിസ്റ്റ് ഇൻഡെഫിനിറ്റ്ലി. രണ്ട് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്, രണ്ട് ഒരേപോലെ രണ്ട് അടുത്തടുത്ത സ്പീഷീസ് ലൈക്ക് ടൈഗർ ആൻഡ് ലയൺ പോലെയുള്ള ഭയങ്കര ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കോമ്പീറ്റിംഗ് ഫോർ സെയിം റിസോഴ്സിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ഫൈറ്റ് ചെയ്യുന്നു, കോമ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദേ കനോട്ട് കോ എക്സിസ്റ്റ് ഇൻഡെഫിനിറ്റ്ലി. അവർക്ക് ഒരുപാട് കാലമൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുമിച്ച് കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് എന്താ സംഭവിക്കുക? കോമ്പറ്റീറ്റീവ്ലി ഇൻഫീരിയർ സ്പീഷീസ് വിൽ ബി എലിമിനേറ്റഡ്. അതിൽ വീക്കായിട്ടുള്ള ആൾ, ഇൻഫീരിയർ ആയിട്ടുള്ള ആൾ, അത്ര പോരാ, അത്ര വീക്കായിട്ടുള്ള ആൾ, അയാൾ എന്ത് ചെയ്യും? അയാൾ അവിടുന്ന് എലിമിനേറ്റഡ് ആവും, അവിടുന്ന് ഇല്ലാതായി പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന് എഗൻസ്റ്റ് ആയിട്ട് വരുന്ന മറ്റൊന്നാണ് മേക്കാർത്തർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞ റിസോഴ്സ് പാർട്ടീഷനിങ്. അങ്ങനെയല്ല, ഒരു സ്ഥലത്ത് സ്പീഷീസുകൾ കോമ്പറ്റീഷൻ ഉണ്ടായാൽ അവർ പൊതുവെ കോമ്പറ്റീഷൻ ഉണ്ടാക്കാനല്ല നോക്കുക, അവർ കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാനാണ് നോക്കുക. എങ്ങനെ അവർ അവോയ്ഡ് ചെയ്യാൻ നോക്കും? ഉദാഹരണത്തിന് അവരുടെ ഫീഡിങ് ടൈംസ് അല്ലെങ്കിൽ അവരുടെ ഫോറേജിങ് പാറ്റേൺസ്. അവർ ഒന്നെങ്കിൽ ഇപ്പോൾ ഒരു 3-4 ജീവികളുണ്ട്, ഓക്കെ, അല്ല വേണ്ട, അത് അതിൻ്റെ എക്സാമ്പിളിൽ തന്നെ പറഞ്ഞുതരാം. എക്സാമ്പിൾ വാർബിളർ. ഓക്കെ, ഉദാഹരണത്തിന് ഇവിടെ 3-4 വാർബിളറുകൾ, 5 വാർബിളറുകളുണ്ട്. ഓക്കെ, 5 വാർബിളറുകളുണ്ട്. ഈ വാർബിളർ അതായത് കുരുവികൾ അവർ എന്ത് ചെയ്യുന്നു? അവർ ഒരു മരത്തിൽ തന്നെ ജീവിക്കുന്ന ആളുകളാണ്. ശരിക്കും ഗോസ് പറഞ്ഞ പ്രകാരം ഇവർ തമ്മിൽ തല്ലി പിരിയണം, തമ്മിൽ തല്ലി ഇതിൽ വീക്കായിട്ടുള്ള ആളുകൾ ഇല്ലാതായി പോകണം. പക്ഷെ മേക്കാർത്തർ കാണിച്ചു അങ്ങനെയല്ല, ഇവർ റിസോഴ്സ് പാർട്ടീഷൻ ചെയ്യുന്നു എന്നാണ് കാണിച്ചത്. എന്ന് വെച്ചാൽ ഒരാൾ പറയും ഞാൻ ഇവിടെ അടിയിലുള്ള പൂക്കൾ തിന്നാം, മറ്റേ പറയും ഞാൻ കായ്കൾ തിന്നാം, മറ്റേ പറയും ഞാൻ തളിരിലകൾ തിന്നാം, മറ്റേ പറയും ഞാൻ ഇതിലെ പുഴുക്കളെ തിന്നാം. അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് അവരുടെ എന്താ പറയുക, അവരുടെ ഫോറേജിങ് പാറ്റേണിൽ അല്ലെങ്കിൽ അതിൻ്റെ ടൈമിങ്ങിൽ മാറ്റി പറ്റുന്നു. ഒരാൾ പറയും ഞാൻ രാവിലെ തിന്നാം, മറ്റേ പറയും ഞാൻ ഉച്ചക്ക് തിന്നാം, മറ്റേ ഞാൻ രാത്രി തിന്നാം, ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ
സിമ്പിളി പറഞ്ഞാൽ ഇതെന്താണ് റിസോഴ്സ് പാർട്ടീഷനും ഗോസ് എക്സ്ക്ലൂഷനും നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ആകെ ചോദിക്കുന്നത് ഇതെന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടൊരു കാര്യം ആലോചിച്ചാൽ മതി. ഒരു കേക്ക് കൊണ്ടുവരുന്നു, ഓക്കെ, നിങ്ങൾ കൂട്ടുകാരെല്ലാവരും ഉണ്ട്, നിങ്ങൾക്കിടയിലോട്ട് ഒരു കേക്ക് കൊണ്ടുവരുന്നു. ഗോസ് പറയുന്നു കേക്കിന് വേണ്ടി നിങ്ങളെല്ലാവരും കൂടി അടികൂടും. അതിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ അതിൽ പവറുള്ള ഒരുത്തന കേക്ക് കിട്ടും, ബാക്കിയുള്ളവർക്ക് അടി കിട്ടി അവിടെ എന്ത് ചെയ്യും, മാറി നിന്ന് മൂങ്ങും എന്നാണ് ആര് പറയുന്നത്, ഗോസ് പറയുന്നത്. എന്നാൽ റിസോഴ്സ് പാർട്ടീഷനിങ്, മാക്കാർത്തർ മുന്നോട്ട് വെച്ച റിസോഴ്സ് പാർട്ടീഷനിങ് പറയുന്നത് അങ്ങനെയല്ല. കേക്ക് കിട്ടിയാൽ അവരെല്ലാവരും കൂടി അത് ഷെയർ ചെയ്യും. ഇതാണ് വ്യത്യാസം, അത്രേ ഉള്ളൂ, സിമ്പിളി കേട്ടോ. എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാവരും എടുക്കും കേട്ടോ. അതാണ് റിസോഴ്സ് പാർട്ടീഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ റിസോഴ്സ് പാർട്ടീഷൻ എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ പറയണം അത് കോമ്പറ്റീഷനാണ് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളത്, കോമ്പറ്റീഷനിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള പാരസൈറ്റിസമാണ്. എന്താണ് പാരസൈറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എൻ്റെ തലയിൽ പേൻ കടിച്ചു, എനിക്ക് സങ്കടമായി, ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ തല ചൊറിഞ്ഞു, നാട്ടുകാർ ഞാൻ കുളിക്കാത്തവനെന്ന് വിളിച്ചു, എൻ്റെ മാനം പോയി. പാൻ ഇതൊന്നും അറിയുന്നില്ല. പാൻ ഒരു നേരത്തെ ആഹാരം, ആഹാ നല്ല ടേസ്റ്റുള്ള രക്തം, പാന് സന്തോഷം. ഒരാൾക്ക് ലാഭം, മറ്റേ ആൾക്ക് നഷ്ടം. പാരസൈറ്റിസം. ഇവിടെ എൻ്റെ തലയിലിരിക്കുന്ന പേൻ, ആ വൃത്തികെട്ടവനാണ് പാരസൈറ്റ്. പാവം ഞാൻ ഹോസ്റ്റ്, ഹ്യൂമൺ ആണ് ഇവിടെ എന്ത്, ഹോസ്റ്റ്. അപ്പോൾ ഒരു പാരസൈറ്റ് ഹോസ്റ്റ് ഇൻ്ററാക്ഷനാണ് ഈ പാരസൈറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ദേഷ്യം വരില്ലേ, പാരസൈറ്റിനോട് എനിക്ക് ദേഷ്യം വരും. അപ്പോൾ പാരസൈറ്റിനെ കൊല്ലാൻ ഞാൻ എല്ലാ വഴികളും നോക്കും. അപ്പോൾ ഒരു ഹോസ്റ്റ് എപ്പോഴും ഈ പാരസൈറ്റിനെ ഇല്ലാതാക്കാൻ നോക്കും. അത് പാരസൈറ്റിനറിയാം. അപ്പോൾ പാരസൈറ്റ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് മാർഗങ്ങളുണ്ട് പാരസൈറ്റിന് കേട്ടോ. അപ്പോൾ അതാണ് പാരസൈറ്റിൻ്റെ അഡാപ്റ്റേഷൻസ് ഓഫ് പാരസൈറ്റ്സ്. അതിനു മുമ്പ് 2 ടൈപ്പ് ഓഫ് പാരസൈറ്റ്സുകളുണ്ട്, 2 തരത്തിലുള്ള പാരസൈറ്റുകളുണ്ട്. ഒന്നാണ് എക്ടോപാരസൈറ്റ്. എന്താ? എക്ടോപാരസൈറ്റ്. മറ്റൊന്ന് എൻഡോപാരസൈറ്റ്. എന്താ എക്ടോപാരസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്ടോപാരസൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിക്ക് പുറത്ത്, ഹോസ്റ്റിൻ്റെ ബോഡിക്ക് പുറത്ത് ജീവിക്കുന്നവരാണ് എക്ടോപാരസൈറ്റ്സ്. ആരാ എക്ടോപാരസൈറ്റ്സ്? ഒന്ന് തലയിലിരിക്കുന്ന പേന്, അത് തലക്കുള്ളിലല്ലല്ലോ, തലക്ക് പുറത്തല്ലേ, അല്ലേ, തലയിലല്ലേ, അതിന് നമുക്ക് പിടിച്ച് പുറത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ശരീരത്തിന് പുറത്താണ്. അപ്പോൾ ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ഹോസ്റ്റ് അവരാണ് എക്ടോപാരസൈറ്റ്സ്. എക്ടോപാരസൈറ്റ്സ് ലീവ്സ് ഔട്ട്സൈഡ് ദ ബോഡി, അല്ലെങ്കിൽ ഓൺ ദ സർഫസ് ഓഫ് ബോഡി എന്ന് എഴുതിയാൽ മതി, അതാ കുറച്ചും കൂടി കറക്റ്റ് കേട്ടോ. ലൈസ് ഓൺ ഹ്യൂമൻ എന്ന് വെച്ചാൽ എന്താ? പേൻ. ഇതാരാ ലൈസ്? പേന്, തലയിലിരിക്കുന്ന പേൻ. ടിക്സ് ഓൺ ഡോഗ്, പട്ടിയുടെ ശരീരത്തിലുണ്ടാകുന്ന ചെള്ളില്ലേ, അപ്പോൾ അത് പട്ടിയുടെ ശരീരത്തിന് പുറത്തല്ലേ, അതാണ് എക്ടോപാരസൈറ്റ്. ഇനി കസ്ക്യൂട്ട ഓൺ പ്ലാന്റ്സ്. കസ്ക്യൂട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു മൂടില്ലാത്ത ആളി എന്നൊക്കെ പറയും. ഒരു മഞ്ഞ കളർ സാധനം ഇങ്ങനെ ഒരു മരത്തിൻ്റെ മുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വള്ളി പോലെ ഫുള്ള് മഞ്ഞ വള്ളികൾ, അതാണ് കസ്ക്യൂട്ട എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലൊറാന്തസ് എന്ന് പറയുന്ന വേറെ സാധനം ഉണ്ടാവും, നിങ്ങൾക്കറിയാം, ഇത്തിൽ കണ്ണി. അതൊക്കെ എന്താണ്? പാരസൈറ്റുകൾ, എക്ടോപാരസൈറ്റ്സുകളാണ്. ഓക്കെ. അതേപോലെ തന്നെയുള്ള ഒന്നാണ് കോപ്പിപോഡുകൾ എന്ന് പറയും. കോപ്പിപോഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫിഷസിൻ്റെ ഒക്കെ പുറത്ത് കാണുന്ന സാധനങ്ങളാണ്, മീനുകളുടെ പുറത്ത് കാണുന്ന ഒരു പാരസൈറ്റാണ് കോപ്പിപോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. അടുത്തതാണ് എൻഡോപാരസൈറ്റ്. എന്താ എൻഡോപാരസൈറ്റ്? ശരീരത്തിനകത്തുള്ള പാരസൈറ്റ്. നമുക്കറിയാമല്ലോ, വിരശല്യമുണ്ട് എന്ന് പറഞ്ഞാൽ വിര എവിടെയാണ്? ശരീരത്തിൻ്റെ പുറത്താണോ? അല്ല, ശരീരത്തിനകത്താണ്, അല്ലേ? അപ്പോൾ ഈ വിരകൾ, വേംസുകളൊക്കെ, ഓക്കെ, ഈ ടൈപ്പ് വേം, റൗണ്ട് വേം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? ഈ നാടവിര എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എൻഡോപാരസൈറ്റ്സാണ്. എൻഡോപാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലിവ് ഡീപ്പ് ഇൻസൈഡ് ദ ഹോസ്റ്റ് ബോഡി. ഓക്കെ, ലിവ് ഇൻസൈഡ് ദ ഹോസ്റ്റ് ബോഡി. ഹോസ്റ്റിൻ്റെ ബോഡിക്കുള്ളിൽ ജീവിക്കുന്നവരാണ് ആര്? എൻഡോപാരസൈറ്റ്. എൻ്റെ ഉള്ളിൽ എൻഡോപാരസൈറ്റ്സ് കേട്ടോ. അതാണ് എൻഡോപാരസൈറ്റ്സ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലിവർ ഫ്ലൂക്ക് അതിനൊരു എക്സാമ്പിളാണ്. അതേപോലെ തന്നെ മലേറിയ ഉണ്ടാക്കുന്ന മലേറിയൽ പാരസൈറ്റ് ഇല്ലേ? മലേറിയൽ പാരസൈറ്റ് എന്നല്ലേ പറയില്ല? മലേറിയൽ പാരസൈറ്റ് എവിടെയാണ്? ശരീരത്തിനകത്ത്, RBCക്ക് അകത്തൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെന്താ? എൻഡോപാരസൈറ്റ്സ്. അവരാണ് എൻഡോപാരസൈറ്റ്സ്. അപ്പോൾ ബോഡിക്ക് പുറത്തുള്ളവർ, ഓൺ ദ സർഫസ് ഓഫ് ബോഡി, അവരാണ് ആര്? എക്ടോപാരസൈറ്റ്. ദ പാരസൈറ്റ്സ് വിച്ച് ലീവ്സ് ഇൻസൈഡ് ദ ബോഡി, ബോഡിക്കുള്ളിൽ ജീവിക്കുന്നവർ എൻഡോപാരസൈറ്റ്സ്. അപ്പോൾ നമ്മളുടെ ബോഡിക്കകത്ത് ഒരു ജീവി ജീവിക്കുമ്പോൾ നമ്മളുടെ ബോഡി, അതായത് ഹോസ്റ്റ് ആയിട്ടുള്ള നമ്മൾ, അതിനെ കൊല്ലാനുള്ള എല്ലാ സകല പൂട്ടുകളും നോക്കും, അല്ലേ? പക്ഷേ പാരസൈറ്റ് പിടിതരുമോ? ഇല്ല. പാരസൈറ്റിൻ്റെ അഡാപ്റ്റേഷൻസുകൾ നോക്കാം. അപ്പോൾ അഡാപ്റ്റേഷൻസ് ഓഫ് പാരസൈറ്റ്. ഓക്കെ, അഡാപ്റ്റേഷൻസ് ഓഫ് പാരസൈറ്റ്സ്. എന്തൊക്കെയാണ് പാരസൈറ്റ്സിൻ്റെ അഡാപ്റ്റേഷൻസ് എന്ന് നോക്കാം. ഇതും മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒന്ന് നോക്കാം.
ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻ. നമ്മൾ സെൻസ് ഓർഗൻ ഇല്ലേ, കണ്ണ്, മൂക്ക്, ചെവി പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ? ഒരാളുടെ കുടലിലുള്ള വിരക്ക് കണ്ണോ മൂക്കോ ചെവിയോ ഉണ്ടോ? ഇല്ല. കാരണം ഈ കണ്ണോ മൂക്കോ ചെവി പോലെയുള്ള ഓർഗൻസുകൾ വെക്കുമ്പോൾ അതിനൊക്കെ എനർജി കൊടുക്കണം. ഞാനൊരു കമ്പനി റണ്ണ് ചെയ്യുന്നു, ഞാൻ അതിൽ കുറേ പണിക്കാരെ വെക്കുന്നു, അതിൽ ആവശ്യമില്ലാത്ത പണിക്കാരെ വെച്ചാൽ എനിക്ക് അവർക്ക് വെറുതെ സാലറി കൊടുക്കേണ്ട, അതെനിക്ക് നഷ്ടമല്ലേ? അപ്പോൾ അത്ര ആവശ്യമില്ലാത്ത ആൾക്കാരെ പറഞ്ഞു വിട്ടാൽ എനിക്ക് അത്രയും പൈസ ലാഭം അല്ലേ? അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഓർഗൻസിന് വേണ്ടെന്ന് വെച്ചാൽ അത്രയും എനർജി ലാഭം. എന്നിട്ട് എനർജി ലാഭിച്ചിട്ട് അതെന്താക്കാൻ അത് അത്രയും റീപ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യും. അവന്മാരിങ്ങ് പെരുകും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അവന്മാരങ്ങ് പെരുകും. ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, അവന്മാർക്ക് റീപ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരുടെ അടുത്ത പ്രത്യേകതയാണ് ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. മറ്റൊന്ന്, അപ്പോൾ എന്താണ് ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻ, അനാവശ്യമായിട്ടുള്ള സെൻസ് ഓർഗൻസുകളില്ല. മറ്റൊന്ന് ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. മറ്റൊന്ന് അവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. കാരണം എന്താ, ഇവന്മാർ ബ്ലഡ് കുടിക്കുന്ന ആളുകളല്ലേ, ഇവർക്ക് ഇനി എന്തിനാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം? അതിൻ്റെ ആവശ്യമില്ല. വെറുതെ അത് വെച്ച് അതിന് എനർജി കളയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആ എനർജി കൂടി അവർക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? റീപ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യാം. അവന്മാർ ഡൈജസ്റ്റീവ് സിസ്റ്റം പോലും വെക്കുന്നില്ല. നമ്മുടെ ബ്ലഡാണ് കുടിക്കുന്നത്. ബ്ലഡിനകത്ത് ഓൾറെഡി ഡൈജഷൻ എല്ലാം കഴിഞ്ഞ് ഉള്ള ന്യൂട്രിയൻസുകളാണ്, നല്ല പോഷകങ്ങളാണ്. നല്ല സുഖം അല്ലേ? അപ്പോൾ ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റവും ഇല്ല. അടുത്തതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്പെഷ്യലൈസ്ഡ് അഡ്ഹസീവ് ഓർഗൻസ്. അവന്മാർക്ക് ഈ കുടലിലും മറ്റൊക്കെ കൊളത്തി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവന്മാർക്ക് ഹുക്കുകൾ അല്ലെങ്കിൽ സക്കേഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അത്തരത്തിലുള്ള സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം, ചോദിക്കും. അപ്പോൾ എന്തൊക്കെയാ? ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻ, മറ്റൊന്ന് ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, മറ്റൊന്ന് സ്പെഷ്യൽ അഡ്ഹസീവ് ഓർഗൻസ് ലൈക്ക് സക്കേഴ്സ്, അടുത്തത് ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. ഇത് പഠിച്ചു വെക്കണേ. ഇനി അടുത്തത് നിങ്ങളോട് ചോദിക്കും, കാക്കയും കുയിലും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോൾ നിങ്ങൾ പറയുന്നത് കാക്കയും കുയിലും ബന്ധുക്കളാണെന്നൊന്നും പറയരുത്, അല്ല അവിഹിത ബന്ധമാണെന്ന് പറയരുത്. അവരുടെ ഇടയിൽ പാരസൈറ്റിസമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാരസൈറ്റിസോ? ഇതിലാരാ പാരസൈറ്റ്? യെസ്, ഇവർ പാരസൈറ്റിസമാണ്. കാക്ക കൂട്ടിൽ കള്ളിയായിട്ടുള്ള കുയിൽ എന്ത് ചെയ്യും? മുട്ടയിട്ട് വെക്കും. കള്ളിപ്പൂങ്കുയിൽ ഇതിനകത്ത് എന്ത് ചെയ്യും? മുട്ടയിട്ട് വെക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതൊന്നും അറിയാതെ പാവം കാക്കമ്മ ഇതിനെന്ത് ചെയ്യും? അടയിരിക്കും, ഇൻക്യുബേറ്റ് ചെയ്യും, അടയിരിക്കും. അങ്ങനെ എന്ത് ചെയ്യും? ഈ മുട്ടയൊക്കെ വിരിയിപ്പിച്ച് ഈ കുട്ടികൾക്ക് ഫുഡും കൊടുക്കും. ഈ ഫുഡ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് ആരുടെ കുട്ടിയും ഉണ്ടാകും? ഈ പറയുന്ന കുയിലിൻ്റെ കുട്ടിയും ഉണ്ടാകും. കുയിൽ ഇതിലെന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടോ? ഉളുപ്പില്ലാതെ കാക്കയുടെ കൂട്ടിൽ വന്ന് മുട്ടയിട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പണി മൊത്തം ആരാണ്? തൻ്റെ കുട്ടിക്ക് കിട്ടേണ്ട പരിഗണന അല്ലെങ്കിൽ ഭക്ഷണം അതാണ് ആര് തട്ടിയെടുക്കുന്നത്? ഈ കുയിലിൻ്റെ കുട്ടി തട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ കുയിൽ ആരാ? പാരസൈറ്റ്. കുയിലിന് ലാഭം, ക്രോക്ക് നഷ്ടം. ഓക്കെ, അപ്പോൾ കുക്കു ആൻഡ് ക്രോ ഇവരുടെ ഇടയിലുള്ള ഈ ഒരു പാരസൈറ്റിസത്തിന് ബ്രൂഡ് പാരസൈറ്റിസം എന്നാ പറയാം. എന്താ? ബ്രൂഡ് പാരസൈറ്റിസം കേട്ടോ. അപ്പോൾ ഇതിനെയാണ് ബ്രൂഡ് പാരസൈറ്റിസം. അപ്പോൾ കാക്കയും കുയിലും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇനി നിങ്ങൾ കേട്ടാൽ പറഞ്ഞോളണം. അത് ബ്രൂഡ് പാരസൈറ്റിസമാണ്. ഉളുപ്പില്ലാത്തൊരു ബന്ധമാണത് കേട്ടോ. ബ്രൂഡ് പാരസൈറ്റിസം പറ്റിക്കലാണ് ബ്രൂഡ് പാരസൈറ്റിസം. അപ്പോൾ അതോട് കൂടിയിട്ട് പാരസൈറ്റിസവും തീർന്നു. ഇനി നമുക്ക് പറയാനുള്ളതാണ് കമൻസലിസം. എന്താ കമൻസലിസം? ഒരാൾക്ക് ലാഭം, മറ്റേ ആൾക്ക് ലാഭവുമില്ല നഷ്ടവുമില്ല. അതാണ് എന്ത്? കമൻസലിസം. മറ്റേയാൾക്ക് ഒരു തേങ്ങയുമില്ല. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ മരവാഴ, നിങ്ങൾ ആരെങ്കിലും മരവാഴ എന്ന് വിളിച്ചാൽ നിങ്ങൾ അപ്പം പറഞ്ഞോളണം, ഞാൻ ആർക്കും ശല്യം ഉണ്ടാക്കുന്നില്ല എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്. അതായത് ഓർക്കിഡുകൾ ഹെപ്പി ഫൈറ്റുകളായിട്ട് വളരുന്നു കേട്ടോ. അതായത് മാംഗോ ട്രീയിൽ ഇതെപ്പോഴും ആവർത്തിക്കാറുള്ള ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് മാംഗോയും ഓർക്കിഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അപ്പോൾ നിങ്ങൾ പറയണം കമൻസലിസമാണ് കേട്ടോ, അല്ല സിറ്റുവേഷൻഷിപ്പ് ആണെന്നൊന്നും പറയരുത്. അപ്പോൾ നോക്കൂ, എന്താണ് മാംഗോയുടെ ബ്രാഞ്ചിൽ വളരുന്ന ഓർക്കിഡിൻ്റെ പ്രത്യേകത? ഓർക്കിഡ് ഒരു എപ്പിഫൈറ്റ് ആണ്. എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ശല്യം ഇല്ലാതെ വളരുന്ന ഒരു ജീവി. അതായത് അവർ പാരസൈറ്റ് അല്ല, അവരൊരു ഉപദ്രവം ഇല്ലാതെ ജീവിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അതാണ് എപ്പിഫൈറ്റ്. അപ്പോൾ ഇവിടെ ഓർക്കിഡ് ഒരു എപ്പിഫൈറ്റ് ആയിട്ടാണ് വളരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ശല്യം ഉണ്ടാക്കുന്നില്ല മാംഗോക്ക് ഈ പറയുന്ന ഈ ഓർക്കിഡ് ഇവിടെ ഉള്ളത് കൊണ്ട് അറിയുന്ന പോലും ഉണ്ടാവില്ല. മാംഗോക്ക് അറിയില്ല ഇങ്ങനെ ഒരാൾ അവിടെ ഉള്ളത് ഒരു പക്ഷേ ഇയാൾക്ക് ഈ ഓർക്കിഡിന് എന്താ ലാഭം? ഈ മാംഗോ ട്രീയുടെ ബ്രാഞ്ചിൽ വളരുന്നത് കൊണ്ട് അതിന് കുറച്ചും കൂടി ഉയർന്ന പൊസിഷനിലാണ് ഇപ്പോൾ ആൾ ജീവിക്കുന്നത് അല്ലേ? കുറേ കൂടി ഉയർന്ന, അല്ലെങ്കിൽ താഴെ തട്ടിൽ വേണ്ട രീതിയിൽ വെയിൽ പോലും കിട്ടാതെ ജീവിക്കേണ്ടി വന്നേനെ.
ഇപ്പോൾ നല്ല രീതിയിൽ സൺലൈറ്റൊക്കെ ഉപയോഗിച്ച് നല്ല പൊക്കത്തിൽ നല്ല ഉയർന്ന പൊസിഷനിലാണ് ആര് ജീവിക്കുന്നത്, ഓർക്കിഡ് ജീവിക്കുന്നത്. അപ്പോൾ അതിനൊരു ഷെൽട്ടർ കിട്ടുന്നുണ്ട്. ഓർക്കിഡിന് ലാഭമാണ്, മാംഗോക്ക് ഒരു തേങ്ങയുമില്ല, ഒരു ലാഭവുമില്ല, നഷ്ടവുമില്ല. അതേപോലെയാണ് ബർനാക്കിൾസും വെയിലും. ചോദിക്കും ബർനാക്കിളും വെയിലും തമ്മിലുള്ള റിലേഷൻ. ഇവന്മാരാണ് ബർനാക്കിൾ വന്നിട്ട് വെയിലിൻ്റെ ഈ ഭീമാകാരമായ ബോഡിയിൽ ജീവിക്കും. വെയിൽ ഇത് അറിയുന്നു പോലും ഉണ്ടാവില്ല. ആരും ഇത് ഇയാൾ അറിയുന്നു പോലില്ല, വെയിൽ അറിയുന്നു പോലില്ല. പക്ഷെ ബർനാക്കിൾസിന് എന്ത് കിട്ടുന്നു, ഒരു ഷെൽട്ടർ കിട്ടുന്നു. അതുപോലെ പ്രിഡേഷനിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുന്നു. അപ്പോൾ അതൊന്നും ചോദിക്കില്ല. നിങ്ങൾ ഈ റിലേഷൻ എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ബർനാക്കിളും വെയിലും തമ്മിലുള്ള ബന്ധം എന്താണ്? കമൻസലിസം. പാടത്ത് നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു ചിത്രമാണിത്, അല്ലേ? വയലിലൊക്കെ പോയാൽ കാറ്റിലും എഗ്രിറ്റും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ കൊക്കും പശുവും തമ്മിലുള്ള, അല്ലെങ്കിൽ നാൽക്കാലിയും തമ്മിലുള്ള ബന്ധം. ഇവിടെ ഈ പശുമേടം ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ പുല്ലുകൾക്കിടയിൽ കുറേ പ്രാണികൾ ഒളിച്ചിരിപ്പുണ്ടാകും. അവർ പുറത്ത് ചാടും. അതിനാർക്ക് കാണാൻ പറ്റും? ഈ എഗ്രറ്റിന് കാണാൻ പറ്റും, ഈ കൊക്കിന് കാണാൻ പറ്റും. അതിന് കൊത്തി തിന്നും. അപ്പോൾ ഇയാൾക്ക് ലാഭം. ഇപ്പോൾ ഈ പശുമേടം അവിടെ ഇങ്ങനെ കാലും ഇങ്ങനെ ഇങ്ങനെ മെതിച്ച് നടക്കുന്നത് കൊണ്ട് ഇയാൾക്ക് ലാഭം. ഇയാൾക്ക് പെട്ടെന്ന് പ്രാണികളെ കാണാൻ പറ്റുന്നു. പശുവിന് എന്തെങ്കിലും ലാഭമുണ്ടോ? നോ. അത് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു റിലേഷനാണത് കമൻസലിസം. എന്താ? കമൻസലിസമാണ്. ഇനി അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ടൈപ്പ് സാധനത്തിന് ക്ലോൺ ഫിഷ് എന്ന അവൻ്റെ പേര്. എന്താ? ക്ലോൺ ഫിഷ്. ഇനി അതേപോലെയുള്ള മറ്റൊരാളാണ് സീ അനിമോൺ. കടലിലുള്ള മറ്റൊരു ജീവിയാണെന്ത്? സീ അനിമോൺ. ഇങ്ങനെ കുത്തുന്ന ടെൻറ്റിക്കിൾസുകളുണ്ട്. ഈ ടെൻറ്റിക്കിൾസിൻ്റെ ഇടയിൽ ആരും ഒന്ന് ഒളിച്ചിരിക്കും. ഈ ക്ലോൺ ഫിഷ് ഒളിച്ചിരിക്കും. എന്തിനാ? ഇത് ഒളിച്ച് കളിക്കാണോ, സാറ്റ് കളിക്കാണോ? അല്ല. ഇതെന്ത് ചെയ്യാണ്? പ്രിഡേറ്റേഴ്സിൽ നിന്നും തന്നെ ഇര പിടിക്കാൻ വരുന്ന വലിയ ഫിഷുകളിൽ നിന്നും ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഒളിച്ചിരിക്കാൻ പറ്റിയൊരു ഇടമാണ് ക്ലോൺ ഫിഷിന് കിട്ടുന്നത്. അപ്പോൾ ക്ലോൺ ഫിഷിന് ലാഭം. അപ്പോൾ ഈ ക്ലോൺ ഫിഷിൻ്റെ പിടിക്കാൻ വേണ്ടിയിട്ട് പ്രിഡേറ്റേഴ്സിന് കിട്ടില്ല, കാരണം ഇയാൾ ഇതിനകത്ത് ഒളിച്ചിരിക്കല്ലേ. പക്ഷേ സീ അനിമോണിനോ ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല. അപ്പോൾ അതാണെന്ത് ഇവിടെ കമൻസലിസം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് മ്യൂച്വലിസം. ഓക്കെ, മ്യൂച്വലിസം കൂടി ഇതാക്കിയാൽ നമുക്ക് ഇതെന്ത് ചെയ്യാം, ഇതിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് പേർക്കും ലാഭമായിട്ടുള്ള റിലേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മ്യൂച്വലിസം എന്ന് പറയുന്നത്. മ്യൂച്വലിസം കേട്ടോ, രണ്ട് പേർക്കും ലാഭം. അപ്പോൾ നോക്കൂ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ലൈക്കൺ. എന്താ ലൈക്കൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗസും ആൽഗയും ചേർന്നുണ്ടായ ബന്ധത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലൈക്കൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫംഗസും ആൽഗയും തമ്മിൽ. ഓക്കെ, ഫംഗസ് അതായത് ഫാദർ ഫുഡ് വെജിറ്റബിൾസും മറ്റ് ചേരുവകളൊക്കെ കൊണ്ടുവരുന്നു, മദർ കുക്ക് ചെയ്യുന്നു, രണ്ടുപേരും ഇരുന്ന് തിന്നുന്നു, രണ്ടുപേർക്കും ലാഭം എന്ന് പറയുന്ന പോലെ തന്നെ ഫംഗസ് എന്ത് ചെയ്യുന്നു? ഫുഡിനുള്ള സാധനം ന്യൂട്രിയൻസുകളൊക്കെ എത്തിക്കുന്നു, പക്ഷേ ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല, കുക്ക് ചെയ്യാൻ അറിയില്ല. പക്ഷേ ആൽഗയ്ക്ക് എന്തുണ്ട്? ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇയാൾ ഫോട്ടോസിന്തസിസ് ചെയ്യും, ഇയാൾ ഫുഡ് എത്തിക്കും, രണ്ടുപേർക്കും ലാഭം, രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു പോകുന്നു. ആ കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണ് ലൈക്കൺ. ലൈക്കൺ ഒരു ജീവിയല്ല, ഒരു ജീവി കൂട്ടമാണ് കേട്ടോ. ഫംഗസും ആൽഗയും ചേർന്നതാണ് ലൈക്കൺ എന്ന് പറയുന്നത്. അതേപോലെ ഫംഗസും പ്ലാന്റിൻ്റെ റൂട്ടും ചേർന്നതാണ് മൈക്രോറൈസ. ഫംഗസിന് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷേ ഫുഡ് എത്തിക്കാൻ ന്യൂട്രിയൻസിന് എത്തിക്കാൻ അറിയാം. പ്ലാന്റ് എന്ത് ചെയ്യും? ഫുഡ് ഉണ്ടാക്കും, എന്നിട്ട് ഫംഗസിന് കൊടുക്കും, അവർ തമ്മിൽ ഷെയർ ചെയ്യും, സുഖമായി ജീവിക്കുന്നു. അതാണ് മൈക്രോറൈസ. ചോദിക്കും മൈക്രോറൈസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗസും പ്ലാന്റിൻ്റെ റൂട്ടും തമ്മിലുള്ള ബന്ധമാണ് എന്ത്? മൈക്രോറൈസ എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത്? അത്തിപ്പഴവും കടന്നലും കേട്ടോ. ഫിഗ് ട്രീയും വാസ്പും. ഈ പറയുന്ന ഫിഗിൻ്റെ ഇൻഫ്ലോറസൻസ്, അതിൻ്റെ പൂങ്കുലയുടെ ചുറ്റും തനിക്ക് മുട്ടയിടാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് നോക്കി ആരിങ്ങനെ പറക്കും? ഈ വാസ്പ് ഇങ്ങനെ കടന്നൽ ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കടന്നൽ എന്ത് ചെയ്യും? ഇവിടെയൊക്കെ പരാഗണം നടത്തും, പൂക്കൾ പരാഗണം നടത്തും. അതെന്ത് ചെയ്യും? പോളിനേഷൻ നടത്തും. എന്ത് ചെയ്യും? പോളിനേഷൻ നടത്തും കേട്ടോ, പോളിനേഷൻ നടത്തും. അപ്പോൾ ഫിഗിന് പോളിനേഷൻ കിട്ടും. വാസ്പിന് എന്താ ലാഭം? വാസ്പ് അവസാനം മുട്ടയിടാൻ പറ്റിയ നല്ല ഒരു പൂ നോക്കി അതിൽ മുട്ടയിട്ട് വെക്കും. അത് പിന്നെ എന്തായി മാറും? അത്തിപ്പഴമായിട്ട് മാറും, ഫിഗായിട്ട് മാറും. ആ ഫിഗിനകത്ത് വളർന്നു വരുന്ന സീഡുകൾ തൻ്റെ ലാർവ കുട്ടികൾ, ഈ കടന്നലിൻ്റെ കുട്ടികൾ, ആ വാസ്പിൻ്റെ ലാർവകൾ അതിന് ഫുഡായി കിട്ടും. അപ്പോൾ തൻ്റെ കുട്ടികൾക്കുള്ള ഫുഡ് ആര് കൊടുക്കും? അത്തിപ്പഴം കൊടുക്കും. പിന്നെ തനിക്ക് വേണ്ട പോളിനേഷൻ ആര് കൊടുക്കും? ഫിഗ് കൊടുക്കും. വാസ്പ് കൊടുക്കും. മനസ്സിലായി? അപ്പോൾ വാസ്പ് പോളിനേഷൻ ചെയ്യും, പരാഗണം ചെയ്യും. ഫിഗ് എന്ത് ചെയ്യും? വാസ്പിൻ്റെ കടന്നലിൻ്റെ കുട്ടികൾക്കുള്ള ഫുഡും കൊടുക്കും. അപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ലാഭം. അതാണെന്ത്? മ്യൂച്വലിസം. ഇപ്പോൾ മ്യൂച്വലിസത്തിന് എക്സാമ്പിളാണ് ഫിഗും വാസ്പും. ചോദിക്കും ലൈക്കണും മൈക്രോറൈസ പോലെയുള്ള സാധനം എന്തിൻ്റെ എക്സാമ്പിളാണ്? അപ്പോൾ പറയണം മ്യൂച്വലിസം. ഓക്കെ, ഇനി ലാസ്റ്റ് ഒന്നാണെന്ത്? ഈ പറയുന്ന മെയിൽ ബീയും അതേപോലെ തന്നെ
മെഡിറ്ററേനിയൻ ഓർക്കിഡും അതിൻ്റെ പേരാണ് ഒഫ്രീസ്. ഒഫ്രീസിൻ്റെ പേരാണ് മെഡിറ്ററേനിയൻ ഓർക്കിഡ്. അപ്പോൾ മെഡിറ്ററേനിയൻ ഓർക്കിഡ് അതായത് ഒഫ്രീസ്, ഈ ഒഫ്രീസ് കാണാൻ ഏതുപോലെ ഇരിക്കുന്നറിയോ? ഒരു ഫീമെയിൽ ബീനെ പോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ മെയിൽ ബി ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ആരോടെങ്കിലൊക്കെ ഒന്ന് ഇണ ചേരണം എന്ന് വിചാരിച്ച് ഇങ്ങനെ പറന്ന് നടക്കുന്ന സമയത്ത് അതായിരിക്കുന്നു തൻ്റെ ഇണ, ഫീമെയിൽ പാർട്ട്ണർ എന്ന് വിചാരിച്ച് അതെന്ത് ചെയ്യും? അതുമായിട്ട് മെയ്റ്റ് ചെയ്യും. പക്ഷെ അത് ഒറിജിനൽ ആണോ? അല്ല, അതൊരു പറ്റിക്കലാണ്. അതാണ് സെക്ഷൽ ഡെസീറ്റ് എന്ന് പറയുന്നത്. ലൈംഗിക വഞ്ചനയാണ്, പറ്റിക്കലാണ് കേട്ടോ. അപ്പോൾ അതുമായിട്ട് സ്യൂഡോ കോപ്പുലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ കോപ്പുലേഷൻ, ഒറിജിനൽ സെക്സ് അല്ല കേട്ടോ, സ്യൂഡോ കോപ്പുലേഷൻ. ഓക്കെ, ഒറിജിനൽ ആണെന്ന് ഒറിജിനൽ പാർട്ട്ണർ ആവേണ്ടത്. ഇത് ഒറിജിനൽ പാർട്ട്ണർ അല്ലല്ലോ, ഇത് പാർട്ട്ണറിൻ്റെ വേഷം കിട്ടിയ ആളാണ് അല്ലേ, വേഷം കിട്ടിയ ഫ്ലവറാണിത്. അപ്പോൾ ഫ്ലവറിൻ്റെ ഒരു പെറ്റലാണ്, മനസ്സിലായോ? അപ്പോൾ ഇതെന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് നോക്കുമ്പോൾ അപ്പുറത്തെ വേറെ ഇതേപോലെ വേറെ ഒരു ഇണ, പക്ഷേ അത് വേറൊരു ഇണയല്ല, അത് അഗെയിൻ എന്താണ്? ഈ പറയുന്ന ഓർക്കിഡിൻ്റെ പൂവാണ്. എന്തായാലും ആശാന് കാര്യം നടന്നാൽ മതി. പക്ഷേ അതിൻ്റെ കൂടെ ഇവിടെ എന്തും കൂടി നടക്കുന്നുണ്ട്, പോളിനേഷൻ. എന്താ പോളിനേഷൻ? ഓക്കെ, എന്ന് വെച്ചാൽ മെയിൽ ബീക്ക് പൂക്കൾ പരാഗണം. ശരിക്കും ഇവിടെ പൂക്കൾ പരാഗണമാണ് മെയിൽ ബി ചെയ്യുന്നതെങ്കിലും, പക്ഷേ ഈ മെയിൽ ബി എന്തുദ്ദേശത്തിലാണ് അവിടെ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് മെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ഒറിജിനൽ അല്ല അല്ലേ? അപ്പോൾ ഈ ഫ്ലവർ ഒറിജിനൽ ആണോ? അല്ല, ഇത് ഫീമെയിൽ ബീനെ പോലെ തോന്നിപ്പിക്കുന്ന ഫ്ലവറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൻ്റെ പാർട്ണറാണെന്ന് വിചാരിച്ചത് മെയ്റ്റ് ചെയ്യുകയാണ്, പറ്റിക്കപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒഫ്രീസിന് എന്ത് നടക്കും? പോളിനേഷൻ. ഓക്കെ, മെയിൽ ബീക്ക് എന്താ നടക്കുന്നത് ഞാൻ പറയണ്ടല്ലോ, എന്തായാലും പുള്ളിക്കാരൻ്റെ ആവശ്യം നടക്കും അല്ലേ? അപ്പോൾ ഇതാണ് മ്യൂച്വലിസത്തിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വേറെയും പറയാം. ഇപ്പോൾ ഒരു എന്തിനാണ് ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്നത്? അത് തിന്നുന്ന ബേഡ്സ് അല്ലെങ്കിൽ അനിമൽസ് അതിൻ്റെ വിത്ത് കൊണ്ടുപോയി വേറെ പലയിടത്തും കൊണ്ടുപോകും, സീഡ് ഡിസ്പേഴ്സൽ നടക്കും അല്ലേ? അതുപോലെ തന്നെ പൂക്കളും പിന്നെ അതേപോലെ തന്നെ ബീസ്, ബംബിൾ ബീസ് പോലെയുള്ള അതും തമ്മിലുള്ള, അതായത് ഈ തേനീച്ചയ്ക്ക് എന്തിനാണ് ഈ പൂക്കൾ തേൻ കൊടുക്കുന്നത്? തേനീച്ചയ്ക്ക് തേൻ കിട്ടും, പൂക്കൾക്ക് പോളിനേഷൻ കിട്ടും. മ്യൂച്വലിസമാണ് കേട്ടോ. ഓക്കെ, അതൊക്കെ മ്യൂച്വലിസത്തിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കൂ, നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓർക്കിഡും മാംഗോ ട്രീയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇതിലിങ്ങനെ ഒരു എസ്സേ പോലെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും നോക്കണ്ട. മാംഗോ ട്രീയും ഓർക്കിഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, മാംഗോ ട്രീയും ഓർക്കിഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് നമ്മൾ പഠിച്ചത്? കമൻസലിസം. കിട്ടി. ഇനി അതേപോലെ തന്നെ മോസ്റ്റ് കോമൺ മോർഫോളജിക്കൽ മീൻസ് ഓഫ് ഡിഫെൻസ് ഇൻ പ്ലാന്റ്സ്. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വെറുതെ എഴുതി വെച്ചാണ്, ഇത് മാത്രം നോക്കിയാൽ മതി. മോസ്റ്റ് കോമൺ മോർഫോളജിക്കൽ മീൻസ് ഓഫ് ഡിഫെൻസ് ഇൻ പ്ലാന്റ്സിൽ സാധാരണ മോർഫോളജിക്കലി പുറത്ത് കാണുന്നത് എന്തായിരിക്കും? കോമൺ ആയിട്ട് കാണുന്നത് തോൺസ് അല്ലേ, മുള്ളുകളല്ലേ? അത് നമ്മൾ പറഞ്ഞു. ഇനി ഇത് വീണ്ടും കണ്ടോ, ഈ മാംഗോ ട്രീയും ഓർക്കിഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്? കമൻസലിസം. ലൈക്കൺ മ്യൂച്വലിസം ആണെങ്കിൽ ഇതെന്താണെന്ന് ചോദിച്ചേ, കമൻസലിസം. വീണ്ടും അതേ ചോദ്യം, എന്താണ് മാംഗോ ട്രീയും ഓർക്കിഡും തമ്മിലുള്ള ബന്ധം? അഗെയിൻ നിങ്ങൾ പറയണം അത് കമൻസലിസമാണ്. എന്താണ്? കമൻസലിസമാണ്. ഇനി ഇവിടെ കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതൊക്കെ പാരസൈറ്റാണ്. അതിൽ നോൺ പാരസൈറ്റിക് ആയിട്ടുള്ള ഓർഗാനിസം ഏതാണെന്ന് കണ്ടെത്തണം. ഏതാണത്? നമുക്കറിയാം, ലൈസ് തലയിലിരിക്കുന്ന പേന്, കസ്ക്യൂട്ട് ഇത്തിക്കണ്ണി, ടിക്സ് ചെള്ള്, ഇതൊക്കെ എന്താണ്? പാരസൈറ്റുകളാണ്. പക്ഷേ എപ്പിഫൈറ്റ് ആയിട്ടുള്ള ഓർക്കിഡ് എന്താ? കമൻസലിസമാണ്, നമ്മൾ പഠിച്ചതാണ്. അതെന്തല്ല? പാരസൈറ്റ് അല്ല. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ആദ്യത്തെ റിലേഷൻഷിപ്പ് നോക്കി രണ്ടാമത്തത് നിങ്ങൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ മൈക്രോറൈസ എന്ന് പറഞ്ഞാൽ മ്യൂച്വലിസം ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചു മൈക്രോറൈസ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റും ഫംഗസും ചേർന്നുണ്ടാകുന്നു. പ്ലാന്റിൻ്റെ റൂട്ടും ഫംഗസും ചേർന്നുണ്ടാകുന്നതാണ് ഇത് മൈക്രോറൈസ എന്ന് പറയുന്നത്. ഇനി ലൈസോൺ ഹ്യൂമൻസ്, തലയിലിരിക്കുന്ന പേന്, അതെന്താ? പ്രിഡേഷൻ അല്ല, പാരസൈറ്റ് അല്ലേ? പാരസൈറ്റും ഹോസ്റ്റും തമ്മിലുള്ള റിലേഷൻ കേട്ടോ. അപ്പോൾ ഇതേ തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഒത്തിരി ആവർത്തിക്കുന്നതായിട്ട് കാണാം നമുക്ക്. ഉണ്ടോ? ഇതേപോലെ തന്നെ ടൈഗർ ഈറ്റിംഗ് ഡിയർ, ഇതെന്താ സാധനം? പ്രിഡേഷൻ. ബട്ടർഫ്ലൈ ഫീഡിങ് പോളൻ, എന്താ സാധനം? പോളൻ. ബട്ടർഫ്ലൈക്ക് തേൻ കിട്ടും, ഫ്ലവറിന് എന്ത് കിട്ടും? പോളിനേഷൻ. എന്താ ഇത് റിലേഷൻ? ഇതെന്താ റിലേഷൻ? ഇത് മ്യൂച്വലിസമാണ്. ഇനി ലിവർ ഫ്ലൂക്ക് എന്തിന് എക്സാമ്പിളാണ്? ഹ്യൂമണും ലിവർ ഫ്ലൂക്കും. ഇത് നമ്മൾ പറഞ്ഞു എൻഡോ പാരസൈറ്റാണ്, പാരസൈറ്റിസം ആണെന്ന് പറഞ്ഞു. ലൈസോൺ ഹ്യൂമൻ, പാരസൈറ്റിസം ആണെന്ന് പറഞ്ഞു. ഓർക്കിഡും ട്രീയും നമ്മൾ പറഞ്ഞു കമൻസലിസം ആണെന്ന് പറഞ്ഞു. മൈക്രോറൈസ നമ്മൾ പറഞ്ഞു എന്താണത്? മ്യൂച്വലിസം ആണെന്ന് പറഞ്ഞു.
ഇനി വിത്ത് തിന്നുന്ന സ്പാരോ, വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്ലാന്റായിട്ട് വളരാനുള്ള സാധനമാണ്. അത് ഇങ്ങോട്ട് ഈ സ്പാരോ തിന്നാൽ, ഈ കുരുവി തിന്നാൽ എങ്ങനെ ശരിയാകും? അത് ഒരു പ്രിഡേഷനാണ്, അത് ശരിയല്ല. എഗ്രറ്റും കാറ്റിലും എന്താണത്? കമൻസലിസമാണ്, നമ്മൾ പഠിച്ചു അല്ലേ? കമൻസലിസമാണ്. ഈ മൊണാർക്ക് ബട്ടർഫ്ലൈയും ബേർഡും തമ്മിലുള്ള ബന്ധം പ്രിഡേഷനാണ് നമ്മൾ പറഞ്ഞു. പ്രിഡേഷനിൽ എന്താ? വൺ സ്പീഷീസ് ബെനിഫിറ്റഡ്, ഓക്കെ, അനദർ സ്പീഷീസ് ഹാംഡ് കേട്ടോ, ഹാംഡ്. കാറ്റിൽ എഗ്രറ്റും കാറ്റിലും തമ്മിലുള്ളത് എന്താണ്? ഒരാൾക്ക് ബെനിഫിഷ്യലാണ്, മറ്റേ ആൾക്ക് നൈദർ ബെനിഫിറ്റ് നോർ ഹാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ എഫക്റ്റ്. അതേതായിരുന്നു? കമൻസലിസം. നമ്മൾ പഠിച്ചു. ടിക്സും ഡോഗ്സും എന്തായിരുന്നു? അഗൈൻ വൺ സ്പീഷീസ് ബെനിഫിറ്റഡ്, അതർ സ്പീഷീസ് ഹാംഫുൾ. അതേതായിരുന്നു? പാരസൈറ്റിസം അല്ലേ? പാരസൈറ്റിസം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ടൈം ലിമിറ്റേഷൻ ഉണ്ടെന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണ്. പ്രിഡേഷൻ ഞാൻ പറഞ്ഞില്ല, പ്രിഡേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഡേറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, റോൾ എന്താണ്, നമ്മൾ 3 പഠിച്ചു. അത് എഴുതുക കേട്ടോ. ഇനി അതേപോലെ തന്നെ മ്യൂച്വലിസം, പ്രിഡേഷൻ, കമൻസലിസം, കോമ്പറ്റീഷൻ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. മാച്ച് ദ കോളമാണ്. ഓക്കെ, മാച്ച് ദ കോളം. ഓക്കെ, അപ്പോൾ മ്യൂച്വലിസം, ഇതിലേതായിരിക്കും മ്യൂച്വലിസം? മൈക്കോറൈസ അല്ലേ? മൈക്കോറൈസയാണ് മ്യൂച്വലിസം. ഓക്കെ, 1 E ആണ്. ഇനി പ്രിഡേഷൻ, ഇതിലേതാ പ്രിഡേഷൻ? ഓർക്കിഡും ട്രീ ട്രങ്കും തമ്മിലുള്ള എന്താ? കമൻസലിസമാണ് അല്ലേ? ഇത് കമൻസലിസം. ഇനി പ്രിഡേഷൻ, ഇതിൽ പ്രിഡേഷൻ എന്താ? കൺട്രോൾ മെത്തേഡ് അല്ലേ? തവളയും കീടങ്ങളും, ബയോളജിക്കൽ കൺട്രോൾ. സി. ഇനി കോമ്പറ്റീഷൻ ഏതാ? ഗോസിൻ്റെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അത് എവിടെയാണ് നമ്മൾ പഠിച്ചത്? കോമ്പറ്റീഷൻ. ഞാൻ പറഞ്ഞില്ല, ആ ടേമാണ് ഓർക്കേണ്ടത്. ആ ടേം എവിടെയാണ് ആവശ്യം വരിക എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഇനി മ്യൂച്വലിസത്തിന് എക്സാമ്പിളുകൾ ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്കോറൈസ പറയാം, അല്ലെങ്കിൽ ലൈക്കം പറയാം, അല്ലെങ്കിൽ വാസ്പ് ആൻഡ് ഫിഗിനെ പറയാം. ഓക്കെ, അബിൻഡൻ ടോട്ടോയ്സും ഗോട്ടും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? കോമ്പറ്റീഷനാണ് അവിടെ നടന്നത്. കസ്ക്യൂട്ടയും പ്ലാന്റും തമ്മിൽ എന്താ? അത് പാരസൈറ്റിസമാണ്. ഇനി പ്രിഡേഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ടൈഗർ ആൻഡ് ഡിയറിനെ പറയാം, അങ്ങനെ ഏത് ജീവിനെയും പറയാം കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ഹാസ് ബീൻ ഒബ്സർവ്ഡ് ഇൻ എ പോപ്പുലേഷൻ. ഓക്കെ, ഇതൊക്കെ വെറുതെയാണ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും സ്പീഷീസിൻ്റെ ഇൻട്രാക്ഷൻ കാണാൻ. ഒന്ന് ഓർക്കിഡിൻ്റെ ഒഫ്രിസും പിന്നെ ബീസും തമ്മിലുള്ള റിലേഷൻ എന്താണ് നമ്മൾ പറഞ്ഞത്? മ്യൂച്വലിസമാണ്. കാറ്റിൽ എഗ്രറ്റ് നമ്മൾ പറഞ്ഞു കമൻസലിസമാണ്. അത്രത്തോളം ആവർത്തിക്കുന്നത് കണ്ടോ? സി അനിമോണും ക്ലോണും തമ്മിൽ എന്താ? കമൻസലിസമാണ് പറഞ്ഞു. ടിക്സും ഡോഗും തമ്മിൽ എന്താ നമ്മൾ പഠിച്ചത്? പാരസൈറ്റിസം. കസ്ക്യൂട്ടയും പ്ലാന്റും തമ്മിൽ എന്താണ്? പാരസൈറ്റിസം. ടൈഗറും ഡിയറും തമ്മിൽ എന്താണ്? പ്രിഡേഷൻ കേട്ടോ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസുകൾ വരുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. എക്സാമ്പിളുകളും ആ ഇൻറ്ററാക്ഷനും എങ്ങനെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. ഓക്കെ.